നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. മാറുമീനെ അങ്ങോട്ടൊന്നു എന്റെ കാലെ കൊത്തുന്ന സമയം കൊണ്ട് നിനക്ക് ഈ ചൂണ്ടയിലോട്ടൊന്ന് കൊത്തിയാലെന്താ? ആണ്ടാ എന്തോ ചെയ്യാനാന്ന് പറ. മഴയ്ക്ക് മുന്നേ ഒന്ന് പെട്ടെന്നൊന്ന് വാടാൻ എനിക്ക് ഒത്തിരി തുണിയുണ്ട്, നീ പറയുമല്ലോ പെട്ടെന്ന് വരാൻ നോക്ക്. 5 മണിക്കാകുമ്പോൾ വീട്ടിൽ ചെന്നില്ലെങ്കിൽ പെണ്ണുമുളക്ക് ഇത് മതി സംശയത്തിന്. എന്താ പൊന്നോ നീ എന്തുവാടേ പറയുന്നത്? ഈ തൊഴിലുറപ്പിലുള്ള പെണ്ണുങ്ങൾ മൊത്തം നിന്റെ കാര്യമാണെന്നുള്ള പറയുന്നേ. എന്തുവാന്നോ നീ തുണി എഴുതുന്ന വീഡിയോ ഇപ്പൊ വൈറലായി കിടക്കുക. ഇവിടെ അവങ്ങ് കീറിയില്ലയോ? വീഡിയോ അല്ലെന്നാ അതൊക്കെ തുണി അങ്ങ് കീറിയില്ലയോ? കൊള്ളാം, വീട്ടിൽ കിട്ടുമല്ലോ അന്നേരം. എന്ന് കിട്ടും, എനിക്ക് ഇന്ന് ഒന്ന് ഉറപ്പാ. അയ്യോ എന്റെ ദൈവമേ, എന്തോ തുണിയുണ്ട്. എന്തോ കൂടെ ഇന്നും ചൂണ്ടില്ലാന്നോ? അല്ല, നിന്റെയൊക്കെ കൂട്ട് വീട്ടിലെ ഭാര്യമാരെ പണിക്ക് വിട്ടിട്ട് ഞാൻ വന്നിരുന്നത് ഇവിടെ നിന്ന് തുണി അലക്കാവണം. നീ അത് പറയരുത്. എന്താ നീ അത് പറയരുത്. ദേ, എന്റെ പെണ്ണുമ്പിള്ള ഇവന്റെ പെണ്ണുമ്പിള്ള ഞാൻ തൊഴിലുറപ്പിന് വിട്ടിട്ടാ. ബിജുവേ, എന്റെ പെണ്ണുമ്പിള്ള ഞാൻ തൊഴിലുറപ്പിന് വിട്ടിട്ടാ ഞാൻ ഈ തുണി അലക്കാൻ വന്ന, അല്ല ചുമ്മാതല്ല. മനസ്സിലായേ? ഞാനിവിടെ വർക്ക് ചെയ്യുവാ, വർക്ക്. ഓ, എന്റെ ഒരു വർക്ക്. ആ പണി പാളി. സോപ്പൊടിയല്ല, അരിപ്പൊടിയായി പോയി. കൊള്ളാം. ഇപ്പൊ എന്താ ഈ സോപ്പൊടി എടുത്ത് ഇനി പുട്ടുണ്ടാക്കിയോന്ന് ആരും കണ്ടു? അത് ഉണ്ടാക്കും. ബിജുണ്ടായില്ലേ മോള്? എന്തോ പറയണ്ട, സോപ്പൊടി പറഞ്ഞാടാ. ഞാൻ തരാം. സോപ്പ് തരാം. സോപ്പ് എടുത്തില്ല, സോപ്പ് തരാനോ? മതി. ഇതെന്തോണോ ഡിസൈൻ ചെയ്തേ? നനക്കല്ല. ഞാൻ ഇവിടെ നനകല്ല് കണ്ടിട്ട് ഇവിടെ ഇതിലിപ്പോ വന്ന ഈ ആമ അതിന്റെ പുറത്തിട്ടേ അലക്കാലോ. യോ, തലവലിക്ക് സോപ്പുമ്പോ കണ്ണി വീഴും. അതെ, 2 സാരി അലക്കിട്ട് ഇറങ്ങി അങ്ങ് പൊക്കോ. 2 സാരിയോടെ ഉള്ളി. ഇത് നോക്കണ്ട, ആരെങ്ങാണ്ട് നാക്ക് വീഴുതാ കല്ലാതെ കൊണ്ട് വെച്ചിട്ട് പോയേക്കുന്നു. നാക്ക് പറഞ്ഞു പോലല്ല, ലൈഫ് ബോയ് സോപ്പ് തേഞ്ഞ് തൊട്ടിച്ച് വെച്ചേക്കുവാ. നാക്കെങ്ങാണ്ട് ഒട്ടിച്ച് വെച്ചേക്കുവാ. പഴയതിന്റെ വീട്ടൊന്നും ഇത് കഴിവാൻ എടുക്കാനൊന്നും പറ്റത്തില്ലണ്ണ. അങ്ങ് ശ്വാസം മുട്ടല, ആസ്മയുടെ ആരംഭം വന്നു. എടാ, മീൻ വിഴിക്കാ മതി. പിന്നെ ഏത് മീൻ വരാലറിയാവോ? നിങ്ങൾ വിളിച്ചാൽ ഞാൻ എവിടെ വരാനും തയ്യാറാ. പറ. ഇങ്ങോട്ട് വരാനല്ല, പിന്നെ വരാല് മീനെ അറിയാവോ? ഓ, നീളമുള്ള മീനാ. പിന്നെ മീൻ വട്ടത്തിലാണോ ഇരിക്കുന്നത്? എടാ, മണ്ടത്തരം പറയാ. മീൻ വിഴുങ്ങിയാൽ എങ്ങനെയാ ഇവന്റെ ശ്വാസം മുട്ടല് മാറുന്നേ? എടാ, അതിനുണ്ടെങ്കിൽ മീനെ നീ വിഴുങ്ങണം. അത് പറ. ഞാൻ ചെയ്തോളാം എന്റെ പൊന്നേ. ഇത് മോടേതല്ലയോ? മഴ പെയ്താൽ കുളിരാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു, മഴവില്ലിന് നിറമുണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. സുമേഷേ, നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 35 കഴിഞ്ഞണ്ണ. ഇത്രയും സാധനം അമ്മ പറഞ്ഞാലേ അറിയത്തുള്ളോ? ഒരു പാട്ട് പാടിയതില്ലേ? ഇവിടെ നിനക്ക് സ്വയം ഒരു ബുദ്ധി വേണ്ടടാ. അത്രയ്ക്കുള്ള അറിവ് ഉള്ളല്ലോടാ നിനക്ക്. മഴ പെയ്തല്ല അമ്മ പറഞ്ഞ ഇവൻ അറിയില്ല. അമ്മ പറഞ്ഞിട്ടേ അവൻ അറിയത്തുള്ളൂ. നീ കളിയാക്കണം. നിനക്കൊല്ലം പണിക്ക് വല്ലതും പോയിക്കോട്ടെ, ഇവിടെ വന്നിട്ട് ചൂണ്ടിട്ടോണ്ടിരിക്കാതെ. എടാ, എന്റെ ഈ കൈ നോക്ക്, എന്തോ വിറയിലാന്നറിയോ? ഞാൻ ഈ കൈ വെച്ച് എന്തോ പണിയെടുക്കാനാ. അപ്പൊ നീ അങ്ങനെ ചോറുണ്ണു? അത് ഞാൻ വീട്ടിലെ ഭാര്യ എനിക്ക് ഉരുളി ഉരുട്ടി വെക്കും. എന്നിട്ട് ഞാൻ വെളി നിൽക്കുവാണെങ്കിൽ അവളെ കൈ ഇങ്ങനെ അടിക്കും. അന്നേരം ഞാൻ ചെല്ലും. നീ ആരാ ബലിക്കാക്കയോ? കൈയാട്ടി ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ. അവൻ ചത്ത് നടക്കും, അതാ കാര്യം. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വിനോദിനെ അറിയാമോ? എനിക്കറിയാം. പിക്കപ്പ് ഓടിക്കുന്ന വിനോദ്. എടാ, അവനാണെങ്കിൽ എന്നെ ഗൾഫിന് കൊണ്ടുപോകാൻ എന്തുമാത്രം പാടുപെട്ടെന്നറിയാമോ? ഞാൻ പാസ്പോർട്ട് വിസ എല്ലാം എടുത്തു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ലാസ്റ്റിലാ ഞാൻ അറിയുന്നത് പിന്നെ എന്നെ ഗൾഫില് ജോലിക്ക് കൊണ്ടുപോകാനാണ്. പോകരുത്, ഞാൻ പോകത്തില്ല. തല വെച്ച് കൊടുക്കല്ലേ? പോകത്തില്ല, തല വെച്ച് കൊടുക്കല്ലേ? പാസ്പോർട്ട് എല്ലാം ഞാൻ വലിച്ച് കീറി ഞാൻ കളഞ്ഞേര് ഓട്ട്. ഞാനത് പറഞ്ഞപ്പോ നിങ്ങളുടെ പട്ടിക്കുഞ്ഞിനെ വല്ലതും കിട്ടും? ഞങ്ങളുടെ അവിടെ നിങ്ങളുടെ പട്ടിക്കുഞ്ഞുമല്ലോ. ഞങ്ങളെ വീട്ടിലുണ്ട് പട്ടിക്കുഞ്ഞ്. 4 പട്ടിക്കുട്ടികളുണ്ട്. നിനക്ക് വേണോ? 4 പട്ടിക്കുട്ടി കൊടുക്കാനാണോ? പിന്നെ കൊടുക്കാനില്ലേ ഇതിനൊക്കെ വെച്ചിരിക്കുന്നത്? ലാഭമാണോ? ലാഭമാണോ നഷ്ടമാണോ ഞാൻ ഇനി നോക്കുന്നില്ല. ഞാൻ കൊടുക്കും. ലാഭം എന്ന് പറഞ്ഞ പട്ടിയുടെ ഇനവാടാ. അതിന് കൊടുക്കാനോ? വേണോ? എനിക്ക് വേണമായിരുന്നു. എന്തോ വിലയാ? ഒരു പട്ടിക്ക് 3000 രൂപയ്ക്ക് അങ്ങ് തരാം. 3000 രൂപയോ? 3000 രൂപയ്ക്ക് എന്തോ മോശമാണോ? ഒരു ദിവസം 4 പേരെങ്കിലും കടിക്കുമോ പട്ടി? 4 പേരെയോ? 4 പേരെ കടിക്കും. 4 അതിന്റെ കുറഞ്ഞത് 3500-ന്റെ. അതാവുമ്പോ 2 പേരെ കടിക്കത്തുള്ളൂ. 2 പേരെ കടിക്കുമോ? അപ്പൊ ഡെയിലി 2 കടി. ഡെയിലി 2 കടി. അതല്ല, നീ ഇനിയും കൊണ്ടുപോയി 2 പേരെ കടിച്ചില്ലെങ്കിൽ നീ പട്ടിയെ അങ്ങ് തിരിച്ചു കൊണ്ടുപോവാ. ഞാൻ 1500 രൂപ അങ്ങ് തിരിച്ചു തരാം. അതൊക്കെ ഇല്ല, ഞാൻ കേട്ടോ. എനിക്ക് എന്റെ 500 രൂപ ഉണ്ട്. കുരയ്ക്കുന്ന വല്ലതും ഉണ്ടോ? കുരയ്ക്കുന്ന ഒരു പട്ടിയുണ്ട്. 500 രൂപയ്ക്ക് നിനക്ക് ഞാൻ തരാം. അത് കടിക്കുവോ? കുരയ്ക്കുന്ന പട്ടിയെ കണ്ട് കടിക്കുമോ? നിനക്ക് വേണോ പട്ടിക്കുഞ്ഞിനെ? ഓ, എനിക്ക് വേണ്ട. നീ വേണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. കഴിഞ്ഞ ദിവസം അമ്മായിപ്പം വന്നു, ഭയങ്കര വില്ലൻ ചുമ. ഇത് 2 കൂടെ ക്ലാഷ് ആകണ്ട കൊണ്ട് വേണ്ട.
മതി, ഏതെങ്കിലും ഒരു കുര മതി. പിന്നെ എനിക്ക് കൊണ്ടുവരണേ. കൊണ്ടുവരാം, നിനക്ക് ഞാൻ പറ്റിയ തരാം. കൊണ്ടുവന്ന് നിങ്ങളെ തിണ്ണയ്ക്കേ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ മതി. കുരച്ചോളും കിടന്നു. ആണോ? പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണം. 3 നേരം എല്ലാം ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ കൊരയങ്ങ് നിൽക്കും. അത് പട്ടിണി കിട ചത്തൂല്ലേ? ഇവിടെ വേറൊരു പട്ടിയുണ്ട്, ഡാഷ്. അത് നല്ല വലിയ ഡാഷ് എന്ന് പറഞ്ഞു. നല്ല ഇനമാണോ എന്തുവന്നറിയത്തില്ല. പട്ടി കാണിക്കുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില നേരത്തൊക്കെ ദേഷ്യം വരും. ഇതിന്റെയൊക്കെ അടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിനിട്ടിരിക്കുന്ന പേരാ ഡാഷ്. അങ്ങനത്തെ ഡാഷ് പട്ടിയുടെ കാര്യം അതെനിക്ക് വേണ്ട. എന്നാ പിന്നെ പട്ടി ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, ഇല്ലടാ. പിന്നെ ഇപ്പൊ പട്ടി കൊണ്ട് ജീവിക്കാനൊക്കെ നിന്റെ വീട്ടിൽ ഇന്നലെ പഞ്ചായത്തുകാരൊക്കെ വന്നു, എന്തുവായിരുന്നടാ? എന്നടാ ഞാൻ ഇപ്പോഴും അറിഞ്ഞത്, ചിരട്ടയിലിരിക്കുന്ന വെള്ളം, ബക്കറ്റിരിക്കുന്ന വെള്ളം, കോപ്പയിലിരിക്കുന്ന വെള്ളം എല്ലാം എടുത്ത് കമത്തി കളയുക. കൊതുക് വന്ന് മുട്ട ഇടുന്നുണ്ടോ? കൊതുകിന്റെ മുട്ടയ്ക്ക് എന്തോ ഇത്ര ഡിമാൻഡ് എനിക്കറിയത്തില്ല. അതുകൊണ്ടൊന്നും അല്ലടേക്കാ, കൊതുവിനെ പറ്റി വലിയ കഴിഞ്ഞാൽ പകർച്ചവാദി രോഗങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ. അതിനായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എടാ ഇത്രയും വെള്ളം ഇവിടെ കെട്ടി വെക്കുന്നു, ഇതാരും തിരിച്ചു വെക്കുന്നില്ലല്ലോ? അങ്ങനൊന്നും പറഞ്ഞത് കെട്ടിക്കിടന്ന് വലിയ അന്യരോഗങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ എന്തായാലും ഉണ്ടല്ലോ, ഇപ്പൊ എന്തുവായാലും ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഒരുപാട് കുറവാ. നമ്മളെ വീടിന്റെ പരിസരത്ത് പ്ലാസ്റ്റിക് കുപ്പി കവർ ഇതൊന്നും കെട്ടിക്കിടക്കാൻ സമ്മതിക്കുന്നില്ല. ആര്? ഹരിതകർമ്മസേനക്കാര്. അവരുണ്ടായിട്ട് പകർച്ചവാദി കുറവാ. അത് കൊള്ളാം, അത് നല്ലൊരു പരിപാടിയാ. ഇതിനോട് കാര്യം ചോദിക്കട്ടെ, ഈ വഴി എങ്ങോട്ട് പോകുന്ന വഴിയാളാ? ഇതുവഴി അങ്ങോട്ട് കിടക്കുന്ന വഴി? എന്റെ രഘു രാവിലെ വന്നാലും ആ വഴി അവിടെ തന്നെ കാണും, എങ്ങും പോകുന്ന വഴിയല്ല. ഈ വഴി തെറ്റി പോകാതിരുന്ന എനിക്ക് ഈ ജോലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ 2 വർഷം വെളിയിലല്ലായിരുന്നോ? ഗൾഫിലല്ലെന്ന് 2 വർഷം പണിക്ക് പോകുന്നില്ല, അകത്ത് കയറ്റിയില്ല, വെളിയിലായിരുന്നു. കൊള്ളാം, ജോലിക്ക് പോകണം. അതങ്ങനെ ഉത്തരവാദിത്തം ഉണ്ടോ? ഇവിടെ വീട്ടിലെ ഗ്രഹനാഥേ ഇയാളല്ല, അറിയാവാ? ഇയാളല്ല ഗ്രഹനാഥ്. അല്ല, പേടിച്ച് കിടക്കുക. സുമേഷ വൃത്തിയാണ് പറയരുത്, ഞാൻ പറഞ്ഞത് കേട്ടോ. ചിരിക്കരുത്, നീ എന്നെ പണി നോക്ക. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഞാൻ കഴിയിക്കോളാം. ഞാൻ പറഞ്ഞ ആരാ? അവൾ ആ ഗ്രഹനാഥേ ആണ്. എടാ എന്റെ വീട്ടിൽ ഒരു പിച്ചക്കാരൻ വന്നു. പിച്ചക്കാരൻ വന്നപ്പോഴേ ഞാൻ അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലും, പിച്ചക്കാരൻ ഇങ്ങോട്ട് വരുവാ കേട്ടോ സുമേഷേ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്തോ വല്ലതും കിട്ടിയോ? ചേച്ചി പറഞ്ഞു ഒന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിലെ ഗ്രഹനാഥ്, നീ കയറി വരാൻ പറഞ്ഞു. അവനെ വിളിച്ചോണ്ട് പോയി, അവളെ വിളിച്ചിറക്കി. ഇവന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവളോട് പറഞ്ഞു, ഈ വീട്ടിലെ കാര്യം നടത്തുന്നത് ഞാനാ, നീയല്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, ഇവിടെ ഒന്നുമില്ല, പൊക്കോ. ആരാ ഗ്രഹനാഥ്? നിങ്ങള് രണ്ടും ചേരും. എടാ കഴിഞ്ഞ ദിവസമേ നീ എന്തോ ഇതുവഴിയൊക്കെ പച്ച വീട്ടിലെ പിടിച്ച് നടക്കുന്നുണ്ടോ? പച്ച വെട്ടിലിനെയോ? ആ പച്ച വെട്ടിലിനെ പിടിച്ച് കയ്യെ വെച്ച പൈസ കിട്ടൂടാ. അരകിരി ആമ അവിടെ അല്ല, ആമയോ? ആര് പറഞ്ഞ ഐഡിയ? പച്ച വീട്ടിലിനെ പിടിച്ച് കൈ വെച്ചാ പൈസ കിട്ടുമോ? അങ്ങനെ ഞാൻ പഠിച്ചോണ്ടിരുന്ന കാലം പോലെ അങ്ങനെ സംഭവം ഉണ്ട്. എടാ വെയിലത്ത് കടന്ന് തപ്പുന്ന സമയം പോലെ എവിടെ പണിക്ക് പോയാൽ നോക്കണം. ഇവന്റെ ഒരു ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കാതെ തുണി കഴിയിട്ട് കുളിച്ച് കയറാൻ നോക്കും. നേരത്തെ വീട്ടിൽ പോണ്ടേ? നീ എന്തുവാണോ സുമേഷ് അങ്ങനെ പറയുന്നേ? ഞാൻ രാവിലെ ഒന്നും കുളിച്ചില്ലയോ, വൈകിട്ടൊന്നും കുളിക്കാൻ, അങ്ങനെ 2 നേരം കുളിക്കാനുള്ള വരുമാനം ഒന്നും എനിക്കില്ല. എന്തോ പറച്ചിലാണ്. നീ എന്നെ അങ്ങനെ കാണുന്നു. ഞാനൊരു കാര്യം പറഞ്ഞത്, കഴിഞ്ഞ ഉത്സവത്തിന് വിറ്റ് നടന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. കോമഡി വിറ്റ് നടന്നു. അതൊന്ന് കേട്ടിട്ട് കോമഡി കേട്ടിട്ട് കുറെ നാളായി. പറഞ്ഞു എന്തുവായിരുന്നു വിറ്റ്? പൊരി. അതിനകത്ത് ഇത്ര ചിരിക്കാന്നിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ വിറ്റ് നടന്ന സാധനമാണ് പൊരി. പൊരി വിറ്റ് നടന്നെന്ന് മുക്കി അങ്ങ് കൊല്ലാമോ? പിന്നെ ഇനി സത്യം പറഞ്ഞാൽ വെച്ചേക്കരുത്, അതാ വേണ്ടി. കൊത്തിയ മീനും പോയി. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കല്ലമ്പലത്തിലെ അമ്മായിയുടെ വീട്ടിൽ പോയിരുന്നടാ. ശാരദാമ്മയുടെ വീട്ടിൽ. വീടിന്റെ പാലുകാച്ചി പറയാ. ഞാൻ ചെന്നപ്പോഴേ 1 രൂപ വലുപ്പത്തിലേ ഈ ഗോതമ്പ് വെച്ച് ദോശ ഉണ്ടാക്കുന്നത്. കച്ചവടം വല്ലതും ഉണ്ടോ അതിന്റെ? അല്ലല്ല, അത് സംഭവം എന്താ അറിയോ? എടാ എന്റെ മാമനൊരു കാണിക്ക വഞ്ചി പണിത് വന്നപ്പോ ഇതിനകത്തായി പോയി. അയ്യോടാ, 1 രൂപ വലിപ്പത്തിൽ ഇപ്പൊ ആഹാരം കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ആണ്ട് പറയുന്നത് കേട്ട് ഞായറാഴ്ച അങ്ങോട്ട് അത് പൊളിക്ക് വന്ന് കമ്മറ്റിക്കാര് പറയാ വേണ്ട, വഞ്ചി നിറഞ്ഞിട്ട് മതി. എന്തുവന്ന് എനിക്കറിയത്തില്ല, അമ്മാവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. വഞ്ചിക്കരി കളം ചാകത്തേ ഉള്ളൂ. ഒത്തുമീനെ അങ്ങോട്ട് ഈ മീനെയും പിടിച്ചോടക്കം പണിക്ക് വല്ലാൻ പോകാൻ നോക്ക്. ഞാനും ഇതാ എന്റെ വർക്ക്. 2 മീനെ പിടിച്ചു കൊടുത്താൽ എനിക്ക് പൈസ കിട്ടും. 1 മണിക്ക് ഞാൻ പോകത്തില്ല. എന്റെ നീ ഇവിടുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ബിജു, നീ കേൾക്കണം. അടിക്കല്ലേടാ, നമ്മളെ വന്നിട്ട് ചൂണ്ടയിടും, പക്ഷെ ഒരു മീനെ പോലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നില്ല, വിൽക്കുന്നു. നിന്റെ പ്ലാൻ എന്തോടെ വന്നിരുന്നോണ്ട് എനിക്ക് അറിയാൻ വയ്യാത്തോട് ചോദിക്കും. എനിക്ക് ഇവിടുന്ന് മീനെ പിടിക്കണം, പിടിച്ച് ഞാൻ വിൽക്കും. അതാ എന്റെ പ്ലാൻ. ഇപ്പോഴും ആ ചൂണ്ട ഉള്ളിൽ വലിഞ്ഞു നിൽക്കുക. ആ മീൻ ഇന്ന് എന്തായാലും നമ്മൾ കൊണ്ടുപോകണം. ഇവനെ ഇവൻ നല്ല വലിയ മീനേതാണ്ട് അല്ല. പിന്നെ ചൂണ്ട പൊക്കരുത്. ഇതാ ചൂണ്ട പൊക്കരുത്. അയ്യോ, ഇത് നീ തുണി അലക്കാൻ ഇട്ടേക്ക് വരുന്ന നമ്മളെയൊക്കെ കളിയാക്കിയിട്ട് അയാൾ തുണി
പുതുക്കായിട്ടേക്കുവാ. പുതുക്കാൻ വലിയ സാറ് കളിച്ചിട്ടേന്ന് വെച്ചിരുന്നാ. എടാ ഇത് കൊണ്ട് ചെല്ലില്ല, അവൾ എന്നെ വീട്ടിൽ കയറ്റത്തില്ല, അതാ പ്രശ്നം. എടാ സുരേഷ്, ഇത് എന്തുവാളും ഞങ്ങൾ നാട്ടിൽ പറഞ്ഞ് നടക്കും, നിന്നെ കളിയാക്കും, നീ നോക്കിക്കും, നാണം കെടുത്തിയിരിക്കും. എടാ ഇത് നാട്ടിൽ ചെന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തൊന്നും ചെയ്യല്ലേടാ. അങ്ങനെ തന്നെ ചെയ്യടാ. കടവ് അടിപൊളി, കടവിന് നല്ലൊരു കൈഡി. ചേട്ടാ, രാജേഷ്, ഹരി, സുജിത്തെ, നല്ല സ്കിറ്റാണ്, രസമായിരുന്നു. കാര്യം നിങ്ങൾ ഇതുവരെ കൊണ്ടുവന്ന സ്കിറ്റ് വെച്ച് നോക്കും, അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. 3 പേരും നന്നായിരുന്നു. സുഹിത്ത് ആദ്യം പോലെ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ പേഴ്സണലി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനൊരു സാധനം ആ ചൂണ്ടയുടെ അറ്റത്തുണ്ടാവും എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ എന്നാ പറയാനാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു സ്റ്റൈൽ അത് ഒരു രക്ഷയില്ല. കേരളം മുഴുവൻ വൈറലായിരിക്കുകയാണ് സംസാര രീതി. അത് ഇനിയും ഇതേ ഒരു വൈബിൾ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരിക്കലും പുറകോട്ട് പോകരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവരും പറയുന്നത് അനുമോദനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിയാം. അതെല്ലാം ഇതുവഴി കേൾക്കുക, ഇതുവഴി അങ്ങ് വിടുക. നമ്മുടെ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്നും അങ്ങനെ ചെയ്യാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഇനിയും പൊട്ടിച്ചിരികളുമായിട്ട് ഇവിടെ വരാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാജിയേട്ടാ. നസീർക്ക, നിങ്ങളുടെ സ്കിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിഷ്കളങ്കമായ കൗണ്ടറുകളാണല്ല. ഒന്നിലും നമുക്ക് ഡബിൾ മീനിങ്, ദ്വയാർത്ഥങ്ങളില്ല. അതായത് അങ്ങനെ പറഞ്ഞാൽ ചിരിപ്പിക്കാമെന്ന് ചില ആൾക്കാർ വിചാരിക്കും. അങ്ങനെയൊന്നും പറഞ്ഞാൽ ചിരിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല തമാശയുണ്ടെങ്കിൽ അതാരും ചിരിച്ചിരിക്കും. അതിൻ്റെ തെളിവാണ് നിങ്ങളുടെ സ്കിറ്റിലെ ഡയലോഗുകളുടെ പ്രസൻറ്റേഷൻ. നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതും അതുതന്നെയാണ്. കൗണ്ടറിന് യാതൊരു ക്ഷാമവും ഇല്ലാതായി ഇതിൻ്റെ അകത്ത്. ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട്. ഈ നിൽക്കുന്ന സ്റ്റാൻഡ് ഇപ്പോൾ എവിടെയാണോ അതിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രജുദേട്ടാ, നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് സാധാരണ വിഷയമായിരിക്കും എടുക്കുന്നത്, പക്ഷേ അതിൽ അസാധാരണ വിറ്റുകൾ കയറ്റും. കാര്യം നിങ്ങളടിക്കുന്ന ഒന്നും ഈ പഴയ സാധനങ്ങൾ വിറ്റല്ല. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ ആദ്യമായിട്ട് വെക്കണം ഈ വാഷ് ചെയ്യാൻ വരുന്നിടത്ത് സോപ്പ് പൊടി മാറി അരിപ്പൊടിയായിട്ട് വരിക. അപ്പോൾ തിരിച്ചൊരു കൗണ്ടർ പറഞ്ഞു, നീ അവിടെ സോപ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമോ. അതിനുശേഷം മറ്റേ വിറ്റ സാധനം പൊരിയുടെ കാര്യം പറഞ്ഞു, ഗൃഹനാഥൻ്റെ കാര്യം പറഞ്ഞു. അത് ഉഗ്രൻ ഡെവലപ്പായിരുന്നു കേട്ടോ. അതെന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ രസമായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. പൊടിയും കൊച്ചാട്ടന്റെ കട എങ്ങനെ പോകുന്നു? കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ പിന്നെ നല്ല രീതിയിൽ പോകുന്നു. ഞാനോട് ഒരു കട തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞ ആ കടക്ക് വേറെ ബ്രാഞ്ച് ഇല്ലെന്ന്. ഞാനും ഒരു കട തുടങ്ങാൻ പോവാ. വനജ ടീച്ചറുടെ തട്ടുകട. അത് കൊള്ളാം. നമുക്ക് ഈ സ്കിറ്റിന്റെ മാർഗം കൊണ്ട് കൊടുക്കാം. പിന്നെ നസീർക്ക, ഞാനൊരു 13,000 രൂപ കൊടുക്കും. 13,000 രൂപ. ഷാജൻ ചേട്ടാ, വനജ ടീച്ചറിന്റെ തട്ടുകട തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ട സ്ഥിതിക്ക് ഞാനൊരു 15,000 രൂപ കൊടുക്കും. ടോട്ടൽ 28,000 രൂപയായിട്ടുണ്ട്. കുറയ്ക്കരുത്. എനിക്കൊരൊറ്റ ഡൗട്ടുള്ളൂ. സുഹൃത്ത് പറഞ്ഞ വന ടീച്ചറിന്റെ കട, അവിടെ ആരെങ്കിലും ഒന്ന് ചായ ചോദിച്ചാൽ ഫോൺ എടുത്തിട്ട് വന ടീച്ചറേ ആ ഡൗട്ട് ഇല്ലായിരിക്കാൻ വേണ്ടി ഞാൻ ഗൂഗിൾ പേ ചെയ്തിരിക്കും. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അടിപൊളി. ഉഷാറാവട്ടെ. 100 അങ്ങനെ പോട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു വനജ ടീച്ചറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ടീമിനെ വിളിക്കട്ടെ. മനോജേട്ടനുണ്ട്, അജയ് ചേട്ടനുണ്ട്, കൂടെ ശ്രീജു. ലെറ്റ്സ് വെൽക്കം. ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, വെന്ത് നടന്നാലും കുപ്പി, ആ വെന്ത് നടന്നാലും കുപ്പി, ഏത് ബന്ധു കിടന്നാലും കുപ്പി, എന്തിനും കുപ്പി, എന്റെ ദൈവമേ, എന്തൊക്കെ ടെക്നോളജി വളർന്നു. ഇതൊന്നും സ്പീഡ് വരാൻ ഒരു ടെക്നോളജിയും കണ്ടുപിടിച്ചില്ലല്ലോ. ഇത് തുള്ളി 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 തുള്ളിയാട്ടി എപ്പോ വരാനാ? വന്ന തലച്ചാരായ വെച്ചിട്ട് അടിച്ചു നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. എന്നെ വെല്ലുവിളിക്കാൻ നല്ല കിടക്ക സാധനം, വെല്ലുവിളിക്കാൻ പറ്റിയ സാധനം. ഇന്ന് ഇതുകൊണ്ട് ഞാൻ ഇത്ര കാശുണ്ടാക്കും. എടാ വിശംബര, 6 മണിയാകുമ്പോ 6 കുപ്പി 6ന്റെ തീരത്ത് വരും. നീ നീന്തി വന്ന് വാങ്ങിച്ചോണ്ട് പോകണം കേട്ടോ. നല്ല കിടക്കൻ സാധനം. ഇവിടെ ആരും വരുത്തില്ലടാ. ഒറ്റ മനുഷ്യൻ വരാത്ത ഏരിയയിലാണ് ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, തന്നെ കളിയാ. ഓക്കെ. ഹലോ വൈദ്യരെ,
എന്തോ പറഞ്ഞ മരുന്ന് കുറുന്തോട്ടിയല്ലേ? ഞാൻ പറിച്ചോണ്ട് വരാം. എന്തോ മരുന്ന് ചെയ്തിട്ടാലും കുഴപ്പമില്ല. എന്റെ മുട്ടിന്റെ വേദന മാറ്റിയാൽ മതി. കുറുന്തോട്ട് പറിക്കാനായിട്ട് കാട്ടി വന്നേക്കോ കേട്ടോ, ഞാൻ പറിച്ചോണ്ട് വരാം. അയ്യോ, എന്നെ പഠിപ്പിച്ച കർണാകരൻ സാർ ഈ സാർ കണക്കിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഉപദേശിക്കുകയും ചെയ്തെല്ലാം നശിപ്പിക്കും. ഒളിച്ചിരിക്കാം. ഇനി ഞാൻ ഈ കുറുന്തോട്ടി ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? ഇത് കണ്ടാൽ അറിയത്തുമില്ല. എന്തോ അയ്യാ, എന്തോ അതാ സിംഹമാ. അയ്യോ, സിംഹം ഗുജറാത്തിലല്ലേ ഉള്ളൂ, കേരളത്തിൽ എന്തോ വന്നതാ? ഞാൻ കുഞ്ഞമ്മയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. നന്നായിട്ട് കാര്യം പറയുന്ന സിംഹമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കണ്ടേക്കാം. എടാ, പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കടാ. എല്ലാവർക്കും ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ചുമ്മാ കാട് നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുക. സാറേ, ഞാൻ അതിനു വേണ്ടി ഇരുന്നതല്ല. എടാ, ഇങ്ങനെ ഇരുന്നാ അതേ കിട്ടത്തുള്ളൂ. സാർ, ഞാൻ മാഷിനെ കണ്ട് പേടിച്ചിട്ട് കയറി ഇരുന്നതാ. എന്നെ കണ്ടപ്പോ പേടിച്ച് ഒളിച്ചിരുന്നാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കണമല്ലോ. വെറുതെ ഞാൻ ക്യൂ ഇട്ട് കൊടുക്കുകയും ചെയ്തു, ഞങ്ങൾ എന്നെ പൊക്കുകയും ചെയ്യുമല്ലോ. കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. പിടിക്കുന്നില്ലെങ്കിൽ പിടിച്ചെടുത്ത് കള. അതല്ലെന്ന്, ഈ കാട്ടു നിൽക്കുന്ന ആരാ ഇത്? ഞാനാണ് തുളസി. ഇതാണോ കാട്ടു തുളസി? അതല്ല, ഞാൻ കെ തുളസീധരൻ. തുളസീധരനോ? പണ്ട് 5ാം ക്ലാസ്സിലെങ്ങാണ്ട് സാറ് പഠിപ്പിച്ചാന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എന്റെ തലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇങ്ങോട്ട് നോക്കിയാ നിന്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും തിരിഞ്ഞേ. മൂലക്കിരുന്ന് ഫിത്ത് തുറക്കുന്ന കെ തുളസീധരൻ. ഇയാൾക്ക് മനസ്സിലായി. എന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായില്ലല്ലോ. എപ്പോ നോക്കിയാൽ 24 മണിക്കൂറും ഇവിടുന്ന് ചൂരലെടുക്കാൻ നേരമില്ലായിരുന്നു ഈ പുള്ളിക്ക്. അതുകൊണ്ട് നല്ല പരിചയമാണ് എന്റെ ചന്തിയെ. എങ്ങനെ ചോറിലെടുക്കുമെടാ? പണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, സായിപ്പന്മാർ ഇന്ത്യ വിട്ടത് എന്നാന്ന്. അന്ന് സ്കൂള് വിട്ടതായി. ഇപ്പോഴും സായിപ്പന്മാർ വന്നു പോകുന്നുണ്ട് ഇന്ത്യയില്. പക്ഷെ ഇവൻ വന്നിട്ടില്ലേ സ്കൂളിൽ. ഞാൻ അതുകൊണ്ടൊന്നും അല്ല സ്കൂളിൽ വരാഞ്ഞത്. പിന്നെ ഇംഗ്ലീഷും മലയാളവും കൂട്ടിയിടിച്ച് മേജർ ആക്സിഡന്റ് ആയിട്ടാണ് ഞാൻ സ്കൂളിൽ വരാതിരുന്നത്. അതെങ്ങനെയാടാ ഇംഗ്ലീഷും മലയാളം കൂടെ ആക്സിഡന്റ് ഉണ്ടായത്? എനിക്ക് ആകെപ്പാടെ ഇംഗ്ലീഷിലും മലയാളത്തിന് ഒരു ബുക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ഇംഗ്ലീഷും പുറയുന്ന മലയാളം എഴുതി നടുക്ക് വന്ന് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് ഏയുടെ കൈയും കാലും ഒടിഞ്ഞു, ആയുടെ തുമ്പ് കൈയും പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അല്ലാതെ പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. ഓണപരീക്ഷയ്ക്ക് ഞങ്ങൾ ചോദിച്ചു, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യം വീണത് എന്തെന്ന്. ഇവൻ എഴുതി വെച്ചേക്കോ ഞങ്ങളുടെ അച്ചാച്ചനെന്ന്. ഞങ്ങളുടെ അച്ചാച്ചനെ ഞങ്ങൾ അങ്ങനത്തെ തൈമാവേന്ന് ആദ്യം വീണ ഞങ്ങളുടെ അച്ചാച്ചൻ മരച്ചേ കയറുന്ന ആളാണ്. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇവന്റെ പരീക്ഷ പേപ്പർ കണ്ടാലുണ്ടല്ലോ, ഞാനിവിടെ കൊണ്ടുവന്നത് വായിക്കാം. നിങ്ങൾ എനിക്ക് ഗോൾഡൻ പഞ്ച് തരും. അമ്മാതിരി ടങ് സ്ലിപ്പ് ഉത്തരങ്ങളാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. നിന്റെ പരീക്ഷ പേപ്പർ നോക്കിയ 8 ടീച്ചർമാരെയാ പരീക്ഷാ ഭവൻ സസ്പെൻഡ് ചെയ്തത്. എന്തിന്? ജോലിക്കടാ ചിരിച്ചതിന്. നാണം കെട്ടോ നിന്ന് കിണിക്കുവാ. നാണം കെട്ടോ? എന്നെ നാണം കെടുത്തിയ സാറാന്ന്. ഞാൻ എന്തോ നാണം കെടുത്തിയടാ നിന്നെ? 10,500 പിള്ളേരെ നിർത്തി അസംബ്ലിക്ക് ഒരു ഡെസ്കിന്റെ പുറത്ത് കയറ്റി എന്നെ മാപ്പും പോപ്പും ഇയാൾ അടിച്ചില്ലായിരുന്നു. അടാ, അടിച്ചതിന് കാരണമുണ്ട്. നീ എന്തുവാടാ സ്കൂളിലെ മൂത്രപ്പര കയറി എന്താ വൃത്തികേടാണ് നീ കാണിച്ചത്? എല്ലാ കുട്ടികളും കാണിക്കുന്ന വൃത്തികേടാ ഞാൻ കാണിച്ചോളൂ. മൂത്രം ഒഴിച്ചു, അത്രേ ഉള്ളൂ. അതല്ല, സ്കൂളിന്റെ ഭിത്തിയിൽ നീ ഒരു ആണിന്റെ പെണ്ണിന്റെ പടം വരച്ചു. എന്നിട്ട് അതിന്റെ നടുക്ക് എഴുതി വെച്ചു, കരുണാകരൻ മാസ്റ്റർ വിത്ത് കല്യാണി ടീച്ചർ എന്ന്. അന്ന് നീ എഴുതിയതിന്റെ ശിക്ഷ ഇപ്പോഴും ഞാൻ അനുഭവിക്കുവാ. അതെന്താ? കല്യാണി ടീച്ചറെ എല്ലാരും കൂടെ എന്റെ തലയെ കെട്ടി വെച്ച് തന്നു. അപ്പൊ ഞാൻ ഭിത്തിയെ വരച്ചത് തന്റെ കല്യാണക്കുറിയുടെ ഡിസൈൻ ആയിരുന്നില്ലേ? മക്കളൊക്കെ എത്ര പേരുണ്ട്? ഓ, മക്കളൊന്നും ആയില്ലടാ. കല്യാണി ബയോളജി അല്ലേ, ഞാൻ കണക്കാ. എന്നാ പിന്നെ വല്ല വഴിപാടെങ്ങാനും ചെയ്തായിരുന്നെങ്കിൽ പിള്ളേരെ കിട്ടുമായിരുന്നല്ലോ. ചേട്ടാ, എത്ര നാൾ കൊണ്ട് ഈ നേർച്ച കാഴ്ചയൊക്കെ അർപ്പിച്ചു നടക്കുക? എല്ലാ അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കും. അവിടുന്ന് തിരുമേനി പ്രസാദം തരും. തുറന്നു നോക്കും, കുഞ്ഞുങ്ങളില്ല. പിന്നെ പൂവും ചന്ദനവും മാത്രമേ ഉള്ളൂ. പിള്ളേരെ പൊഞ്ഞു കിട്ടി. പക്ഷെ എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ സ്വത്തുവകകൾ അനുഭവിക്കുവാൻ ഒരു അനന്തരാവകാശി ഇല്ലല്ലോ എന്നൊരു സങ്കടം മാത്രം. മാഷി വിഷമിക്കണ്ട, എന്നെ എനിക്ക് ദത്തെടുക്കല്ലോ. അതിന് ഭേദം എന്നെ അങ്ങ് തെക്കോട്ട് എടുക്കുന്നില്ല. അല്ലെ ആർക്ക് വേണേ ഇയാളുടെ സ്വത്ത്. ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നറിയാം, നിന്റെ ഈ കാര്യം കേൾക്കാനല്ല വന്നത്. ഇവിടെ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി കാട്ടിലോട്ട് വന്നത്. എന്തിന്? ഇവിടെ എന്റെ മുട്ടിനെ ഭയങ്കര വേദന. ഈ നടക്കുമ്പോഴേ ഇതിനകത്തിരുന്ന് ആരാണ്ട് മുറുക്കു തിന്നുന്ന സൗണ്ട്. ആ മുട്ടൊന്ന് കാണിച്ചേ. ഇത് മുട്ട വന്നോ ആനയുടെ മസ്തകമാണോ? ആഹാ, ഈ സംഭവം അറിയോ? സാറിന്റെ മുട്ടിന് ലജ്ജയില്ല, അതാ. എന്റെ മുട്ടിന്റെ നഗ്ന വീഡിയോ വല്ലതും കണ്ടോന്നു? അത് ലജ്ജ എന്ന് പറഞ്ഞാൽ എല്ലിനകത്തിരിക്കുന്ന സാധനം കുറവാ, അതാ. ഷേപ്പില്ലാതെ മീശ വളർത്തി നടക്കുന്നവനെ ലജ്ജ അല്ല, മജ്ജ. അങ്ങനെ വേണം പറയാനെ കൊണ്ട്. എടാ, നിനക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ബാക്കിയുള്ളവർക്കല്ലോ ഒരുപാട് അച്ഛന്മാരുണ്ട്. അല്ല, നിന്റെ അച്ഛനെ ഞാൻ പഠിപ്പിച്ച എന്തുവായിരുന്നു അവന്റെ പേര്? എന്റെ അച്ഛന്റെ പേര് ദിവാകരൻ. ഓ, ഓർത്തിട്ട് വേണം അതും പറയാൻ. അവൻ എന്ത് ചെയ്യും ഇപ്പോ? അച്ഛൻ കിടപ്പില്ലല്ലോ, കുറെ നാളാട്ടോ ഒറ്റ കിടപ്പാ. അയ്യോ, അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യും? ഇടക്കിടക്ക് തിരിച്ചിടും. അതല്ലെന്ന്, ഈ അച്ഛൻ എങ്ങനെ ഈ കിടപ്പിലായത്? എങ്ങനെ അച്ഛൻ ഈ കിടപ്പായെന്ന് പറഞ്ഞാൽ ആഗോള വിപണി ഇടിഞ്ഞു വീണില്ലയോ? ഇടിഞ്ഞ് എന്റെ അച്ഛന്റെ തലയിലോട്ടാണ് വീണ്. അതല്ലെന്ന്, അത് വീണപ്പോ ഈ അച്ഛന്റെ ബിസിനസ് ഒക്കെ ഡള്ളായി. അങ്ങനെ വിഷമത്തിൽ അച്ഛൻ ഇങ്ങനെ കിടന്നത്. അയ്യോ, അപ്പൊ എങ്ങനെയാടാ ഈ ചെലവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്? ചെലവും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പൂപ്പനെ ഞാൻ പണിക്ക് വിടുന്നുണ്ട്. നല്ലതല്ലേ അപ്പൂപ്പനെ പണിക്ക് വിടുന്നത്?
നിന്റെ അപ്പൂപ്പൻ മരിച്ചിട്ട് 15 കൊല്ലം ആയില്ലോടാ, പിന്നെ എങ്ങനെയാടാ നിന്റെ അപ്പൂപ്പനെ പണിക്ക് വിടുന്നേ? ഞാൻ ഓജോ ബോർഡ് വെച്ച് അപ്പൂപ്പനെ വിളിച്ചു വരുത്തി പണിക്ക് വിട്ടു. അത് കൊള്ളാം. അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ ഓജോ ബോർഡും കൊണ്ടൊക്കെ വിളിച്ച ആത്മാവ് വരുമെന്ന് പറയുന്ന നേരാമോ? സാറ് രോമാഞ്ചം കണ്ടിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കണ്ടതാ 1-2 പിന്നെ മകരം മഞ്ഞടിച്ച് തണുത്താ പോലും ഈ രോമാഞ്ചത്തിന്റെ കാര്യമല്ലേ പറഞ്ഞേ? രോമാഞ്ചം സിനിമ കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ കാണത്തില്ല, എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമല്ല. സിനിമ കാണുന്ന ഇഷ്ടമല്ല, കാണിച്ചേക്കണ്ടേ രജനീകാന്ത്. അയ്യോ കാല് വരക്കുന്നേ, കാല് വരക്കുന്നേ. ഞാൻ അവിടെ മൂട് വരിക്കും. മാഷ് അവിടെ പോയിരിക്കും. ഇതാണ് ഈ കലമൊക്കെ. കലമൊക്കെ എന്റെ പക്ഷേ. നിന്റെ കലമാണോ? നിന്നെ പോലെ അഹങ്കാരികളാണല്ലോടാ നിന്റെ കലങ്ങളും. എന്താ കണ്ടില്ലേ ഒന്നിന്റെ പുറത്ത് കയറിയിരിക്കുന്നേ? അതെന്തോ ആ കാലത്ത് നിന്ന് ട്യൂബ് ഇട്ടേക്കുന്നേ? ഇവൻ കുറച്ചാളായിട്ട് കിടപ്പാ. ആണോ? സത്യം പറയടാ, എന്തുവാ ഇവിടെ ചുറ്റിക്കളി പറയടാ. ഞാൻ സാറേ ഊണുണ്ടാക്കുക. ഈ കാട്ടിലിരുന്നാണോടാ നീ ഊണുണ്ടാക്കുന്നേ? കാട്ടിലൂണ്. അയ്യോ വീട്ടിലൂണെന്നല്ലയോ? അത് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലൂണ്, ഇത് കാട്ടിലുണ്ടാക്കുന്ന കാട്ടിലൂണ്. എടാ എത്ര നാളുകൾക്ക് ശേഷമാടാ എന്നെ നീ കാണുന്നേ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞോ ഇച്ചിരി ചോറിനിട്ട് പോയാ മതി മാഷേന്ന് പറഞ്ഞോ? ചോറാന്ന് പറയുമ്പോൾ ചെയ്ത് കൊതിയെ പിടിച്ചിരിക്കുവന്നല്ലോ. ഇതൊന്ന് കാണിച്ചേ. കൊള്ളുവെന്നറിയത്തില്ല അതേട്ട്. ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കാനാണ് പറഞ്ഞത്. ഇതൊന്നും അതിന്റെ അടപ്പ് തുറന്ന് കാണിക്കണം. എന്റെ അടപ്പ് തുറന്ന് കാണിക്കണം. അത് അടപ്പ് തുറക്കാൻ പറ്റത്തില്ല, മൈദ വെച്ച് അടച്ചു വെച്ചേക്കും. വീണ്ടും നീ എന്നെ പറ്റിക്കാൻ നോക്കുക. നീ ഉണ്ടാക്കുന്നത് ഊണല്ല, ദം ബിരിയാണി. അയ്യോ മാറ്റി പോവാൻ നോക്ക്, വീട്ടിൽ പോവാൻ നോക്കാം. ഇത്തിരി നാളെ ഇത്തിരി തിന്നിട്ട് പോകാടാ ഞാൻ. ഇപ്പൊ എന്റെ കോട എല്ലാം കൂടെ അഴുക്കായി പോവല്ലോ. അയ്യോ ഇപ്പൊ കോടമഞ്ഞ് ഇറങ്ങും, തണുപ്പ് കൂടും, അതുകൊണ്ട് മാറ്റി വീട്ടിൽ പോവാൻ നോക്കാം. നീ ബിരിയാണി എന്തെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത്ര വെള്ളം കുടിക്കില്ലേ. ഇത് അഴുക്ക് വെള്ളമായത് തലക്ക് പിടിക്കും, തോട്ടിലെ പന്ന വെള്ളം കോളറ വരും. കുടിക്കല് വാറ്റുചായാരം, വാറ്റുചാരായം. അത് ശരി, അത് ശരി. കണ്ടാ മണപ്പിച്ചതേ ഉള്ളൂ, തലക്ക് പിടിച്ച്. ഞാൻ പഠിപ്പിച്ചവന്മാര് നീ ചെയ്യുന്നത് തെറ്റാണ്. എന്താ തെറ്റ്? എടാ മദ്യം, മദ്യം ഭയങ്കര ഡേഞ്ചർ സംഭവമാണ്. മഹാമാരി പറഞ്ഞ നീ കേട്ടിട്ടില്ലേ? എന്താ പറഞ്ഞു? മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്, വിൽക്കരുത്. അല്ല കിഴക്ക മോണാക്ട്. എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് കല്യാണം നടന്നാലും അടിയന്തരം നടന്നാലും ജനനം നടന്നാലും മരണം നടന്നാലും മദ്യം. ഈ ചെറുപ്പക്കാരെങ്ങോട്ടായി പോകുന്നത്? ബിവറേജിലേക്കാ പോകുന്നത്. അത് ശരി. കേക്ക തുളസീധര ഇങ്ങോട്ട് മാറിയിക്കാം. എന്തുവാ? കൈ കെട്ട്. കൈ കൊട്ടാനല്ല പറഞ്ഞേ, കൈ കെട്ടി നിക്കടാ. കണ്ടോ എത്ര അടിച്ചിട്ട് നിന്ന് കുലുക്കോട്ടോ നോക്കിക്കാവര്. എങ്ങനെയൊക്കെയാ പണ്ട് അടിച്ചതിന്റെ പുറത്താ അടിച്ചത്, റീടാർ ചെയ്യുന്ന പോലെ. എന്താ കാണിക്കുവോ? എന്താ ഈച്ചാൻ കൊതുകോടാ ഈ കാട്ടില്? ഈച്ചാൻ കൊതുവിനെ അടിക്കില്ല. എന്താ വെച്ചാ ഇത് ചെറുതള്ളമാ, ചെറുതള്ളം. അല്ല മക്കളെ, ഞാൻ നിന്റെ അധ്യാപകനല്ലേടാ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ചൊറിഞ്ഞ് കാണിക്കണോ? അല്ലെന്ന് എടാ, ഞാൻ പഠിപ്പിച്ച പിള്ളേരല്ല മാന്തി പൊളിച്ചോണ്ടിരിക്കുവാന്ന്. എടാ 2 മാസം സ്കൂൾ അടച്ചിടും, എല്ലാ സാറുമാരും ടൂറിന് ട്രിപ്പിനും ഒക്കെ പോവും, ഞാൻ മാത്രം പോകത്തില്ല. ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കും പിള്ളേർക്ക്. അങ്ങനെയുള്ള അധ്യാപകരെയാണല്ലോടാ ഞാനിത് കാണേണ്ടി വന്നത്. ദൈവമേ, പണി വാളയും തോന്നി കേട്ടോ. നമ്മള് ചൊറിച്ചിൽ നിൽക്കുന്നില്ല. ആ ചൊറിച്ചിൽ നിൽക്കാൻ ഒരു കാര്യം ചെയ്യും. പൊന്നു ഭാഷ ഒരു കാര്യം ചെയ്യും. എന്തോ ഇത് അങ്ങനെ നോക്കത്തില്ല. അയ്യോ ഈ കാട് ഇയാൾ ഉറച്ച് തീ കത്തിക്കുമല്ലോ. ചൊറിച്ചിലുള്ള മാറ്റം മാഷ ഒന്ന് അടങ്ങിയിരിക്കും. ഈ ചൊറിച്ചിൽ മാറാനുള്ള വേറൊരു പച്ചമരുന്ന് ഈ കാട്ടിലുണ്ട്. ഞാൻ പറിച്ചോണ്ട് മാഷ ഇവിടെ ഇരിന്നിട്ട് കുടിക്കല്ലേ, കളയല്ലേ. ഞാൻ കൂടെ എവിടെ ഇരിക്കണം. പിന്നെ വേറൊരു കാര്യം, പച്ചമരുന്ന് പറിച്ചോണ്ട് വന്നിട്ട് ഇതെടുത്ത് കളയണം. സത്യമായിട്ട് ഞാൻ കളയാം. പിള്ളേരൊക്കെ ഈ ഉപദേശിക്കാൻ ആളിലെ വഴി തെറ്റിപ്പോവും. ഞാൻ വന്ന് പറഞ്ഞപ്പോ കേട്ടോ. ഓ ഭയങ്കര തണുപ്പും തീ കായ, തണുപ്പൊക്കെ മാറില്ല. എന്റെ ഊത്തിനെന്തോ സൗണ്ട്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാ. കാട്ടിനകത്ത് വാറ്റ് നടക്കുന്നുണ്ട്, അതും വെള്ളം ഇട്ടുകൊണ്ട്. മിണ്ടാതെ പോവാ. ഈ പിള്ളേര് മൊബൈൽ എടുത്ത് ഡൊണാൾഡ് ഡക്കും കണ്ടിട്ട് ഫോണും ഓഫ് ചെയ്യൂല. അവസാനം ഇവിടുന്നായിരുന്നു. അല്ല ആരാ? എക്സൈസ്
പണ്ടൊക്കെ കിടക്കനായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ പ്രായം കുറെ ആയി, ആരോഗ്യമില്ല, ഒന്നും പോലെ ചെയ്യാം. എന്തോ കാണിക്കുവാ? എക്സർസൈസ്. എക്സസൈസ് എന്നല്ല പറഞ്ഞത്, എക്സൈസ്. കാട്ടി കള്ളവാറ്റം നടത്തിയിട്ട് ഞാൻ വന്നപ്പോ ഒരു വേഷം കെട്ടെടുക്കുന്നു. നിന്നെ ഞാൻ ഒന്ന് തൂക്കി എടുക്കണം. കഴിഞ്ഞ ആഴ്ച 85 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞോ തൂക്കം കുറഞ്ഞോ? പഴയ തൂക്കി എടുക്കാൻ ഞാൻ ആക്രിക്കാരനല്ല, എക്സസൈസുകാരനാ. സാറേ എന്ത് എന്നെ പിടിച്ച് വിട്, എന്ത് കാര്യം എന്തോന്ന്? എടുക്കടാ നടക്ക്. അയ്യോ സാറേ, ഇത് എന്റെ അല്ല, എന്റെ കാലം ഇങ്ങനല്ല, ഇത്ര വലിപ്പം ഇല്ല. ഞാനേ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന ആളാ, ഒരുപാട് പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വാറ്റുണ്ടാക്കാൻ പഠിപ്പിക്കുന്ന മാഷാണോ? അല്ലെന്ന്, ഈ സ്കൂളില് ഇക്ഷ ഇത്ര ഇന്നയൊക്കെ എഴുതി പഠിപ്പിക്കുന്ന മാസ്റ്ററാണ്. നീ ഇത് എടുത്തോണ്ട് ജീപ്പിലോട്ട് കയറി, നിന്നെ കൊണ്ട് ഞാൻ മറപ്പിക്കുക എക്ഷ എണ്ണ ഇപ്പേക്കാം. അല്ല, പണ്ടത്തെ പോലെ ചോക്ക് പിടിക്കാൻ പറ്റത്തില്ല, വിറക്കി. നീ ചോക്ക് പിടിക്കണ്ട, മൂക്ക് പിടിച്ചെഴുതിയാ മതി. മൂക്കൊണ്ട് എഴുതിയാ ഞാൻ തുമ്മും. അയ്യോ സാറേ, ഇത് എന്റെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധ്യാപകനാ, റിട്ടയർഡ് അധ്യാപകനാ. നിങ്ങൾ അധ്യാപകനാണെങ്കിൽ എന്താണ് തെളിവ്? നിങ്ങൾ വന്നേ, മോൻ ഏതാ LP സ്കൂളിൽ പഠിച്ചത്? എവിടാ? ഞാൻ പഠിച്ച LP സ്കൂള് രാമപുരം LP സ്കൂൾ. ഇപ്പൊ ഞാൻ തെളിവ് തരാം. രാമപുരം LP സ്കൂളിലെ ദാമോദരൻ മാസ്റ്ററോട് വിളിച്ചു ചോദിച്ചാൽ മതി, കർണാടക മാസ്റ്റർ അറിയാവോന്ന്. അങ്ങനെ ഒരു മാഷ് അവിടെ ഇല്ലല്ലോ. ഇല്ലേ? മിക്കവാറും ഇത് വായിക്കും. ഹൈസ്കൂൾ എവിടെ പഠിച്ചേ? ഹൈസ്കൂൾ നെടുമങ്ങാട്. അയ്യോ, അത് പറയണ്ടേ, നെടുമങ്ങാട് സ്കൂളിലെ പ്രിൻസിപ്പൾ ജോസഫ് മാഷ് ആരാ? അടുത്ത സുഹൃത്താ എന്റെ. അങ്ങനെ ഒരു സാറേ അവിടെ ഇല്ലല്ലോ. എങ്കിൽ മോനെ സാറിന്റെ പേര് പറ, സ്കൂൾ ഞാൻ പറഞ്ഞു. അയ്യോ സാറേ, ഇത് എന്റെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് തുളസിയുടെ വാച്ചാ ഇത്. ഓഹോ, തുളസി ഇലയിട്ട് മാറ്റിട്ട് പുതിയ സാധനം ഉണ്ടാക്കി മാർക്കറ്റ് കച്ചവടം. ആ തുളസി അല്ലെന്ന്, എന്റെ പൂർവ്വ വിദ്യാർത്ഥി തുളസിയാ ഇത് വാച്ചുന്നത്. അപ്പം 10 മരുന്ന് പറിക്കാൻ വേണ്ടി പോയൊക്കെ ഇപ്പൊ വരും. സാർ അവനെ പിടിച്ചോണ്ട് പോക്കോ, നന്നാക്കി തരണേ അവന്. ഇത് അവനാണെന്ന് ഉറപ്പാണോ? അവൻ വരുമ്പോ ഞാൻ ചോദിക്കുമ്പോ അല്ലെന്നെങ്ങാനും പറഞ്ഞ തൂക്കിയെടുത്തോണ്ട് ഞാൻ പോകും. നല്ല ഇടിയും തരും, പ്രായം പോലും ഞാൻ നോക്കൂല. സത്യം, ഇല്ലെങ്കിൽ ഞാൻ കൂമ്പ് തുറന്നു വരാം സാർ. നീ തുറക്കണ്ട, ഞാൻ ഇടിച്ചു തുറന്നോളാം. ഇപ്പൊ ഈ ചെറുക്കനെ കാണുന്നില്ല. ഇവിടെ എല്ലാം എന്തോ ആടലോടുകളുള്ള സ്ഥലം, ആടിനെ വിറ്റ് എല്ലാം തിന്ന് തീർത്ത് എല്ലാം നശിപ്പിച്ച്. അയ്യോ സാറേ, ഇത് ആടലോട് വന്നേ സാറേ? ഇത് ഇല്ലില്ല, ഇത് പൂച്ചെടി. ഇത് ആടലോടോ അല്ല, സാർ പറഞ്ഞതല്ല. ഇത് ഹിമാലയത്തിന്റെ ശൃംഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നീലോൽപ്പല്ലം. സാധനം ഉണ്ടോ തീർന്നു ചെറുത് അടിക്കാൻ വേണ്ടി? ഞാനോ? നിനക്ക് ഇയാളറിയോ? എന്റെ പൊന്നു സാറേ, ഞാൻ പച്ചമരുന്ന് പറിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോ ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് വാറ്റും. ഞാൻ ഈ പുള്ളിയോട് പറയും, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കെല്ലാം മറ്റൊരാൾക്കും കൊടുക്കലെന്ന് എപ്പോഴും ഈ കളവനോട് ഞാൻ പറയാം. എന്താ നീ മിണ്ടരുത്, നീ ബാക്കി പറ. ഈ പുള്ളിക്ക് ഈ പ്രായത്തില് ATM-ന്റെ അവിടെ കാണാൻ സെക്യൂരിറ്റി ആയിട്ട് പോയി നിന്നാ പറയാ. അതെങ്ങനെ ഇയാളെ നിർത്താൻ പറ്റത്തില്ല? ATM കുത്തി പൊളിക്കും ഇയാള്. സാറേ എന്റെ അല്ല, ഇത് കണ്ടോ, ഇവൻ ഇതിനകത്ത് ഇടാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് വെച്ചേക്കുന്ന സാധനങ്ങളായിരുന്നു. നോക്ക്, കണ്ടോ. എന്തുവാടാ ഇത്? ഇതെന്തിന്റെ കായ? ഇതെന്തിന്റെ കായ? ഞാൻ കണ്ടിട്ട് അയ്യോ, കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ മാമൻ ആശുപത്രി കിടന്നപ്പോ ആ ടേബിളിൽ ഈ കായ ഇരിക്കുന്ന കണ്ടായിരുന്നു. ഇതെന്തിന്റെ സാധനം? ഇതെന്താ സാറേ? എനിക്കറിയത്തില്ല. ഇത് ആപ്പിളാണെന്ന് പോലും തിരിച്ചറിഞ്ഞോടത്ത് ഒരു പാപത്തിനല്ലടാ നീയൊക്കെ പറഞ്ഞത്. പഠിച്ച കള്ളനാവൻ. അതെ, ആപ്പിൾ മാത്രമല്ല, ഇതിനകത്ത് കിടക്കുന്ന ഓറഞ്ച്, മുന്തിരിങ്ങ, പൈനാപ്പിൾ, കശുമാങ്ങ എല്ലാം ഇവൻ ഇതിനകത്തിട്ട് വാറ്റാൻ കൊണ്ടുവന്ന ഇവൻ വിഷം ഉണ്ടാക്കുവാ ഇവൻ. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും പൈസ ചെലവുള്ള ഈ പഴങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാറ്റിന്റെ ഗതികേട് എനിക്കുണ്ടോ? ഞാൻ ബാറ്ററിയും പല്ലിയും പഴയൊക്കെ ഇട്ടാ വാറ്റുന്നത്. അതിന്ന് വൈദ്യരത്നം പാറ്റ. അല്ല, സാറിന്റെ വീട്ടിലുണ്ട്, എന്റെ വീട്ടിലുണ്ട് ഒരുപാട് പാറ്റ. പല്ലിയുണ്ട്, പല്ലി ഒരുപാടുണ്ട്. ഈ കർപ്പൂരം വെള്ളത്തിൽ ചാലിച്ച് തളിച്ച പല്ലി പോകുമോ? ഈ പഴുതാറ് ഇവിടൊക്കെ ഉണ്ട്. സാറിനെ കടിക്കത്തില്ല, ഷൂ ഉള്ളത് കടിക്കത്തില്ല. അതൊക്കെ പോട്ടെ, ബാറ്ററി. അയ്യോ, ബാറ്ററിയുടെ കാര്യം ഈ കൊച്ചോട്ടല്ലോ, റിമോട്ടില്ലേ ബാറ്ററി പോകുമ്പോ എപ്പോഴും പറയാ, ചേച്ചാ ബാറ്ററി വാങ്ങിട്ട് പറഞ്ഞത്. ഞാനിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ സാർ 2 ബാറ്ററി വാങ്ങുന്നത് എന്നെ ഓർപ്പിക്കണം. കുറെ നേരമായിട്ട് നിന്റെ ഏകാംഗം നിറയെ ഞാൻ കണ്ടോണ്ടിരിക്കുക. നീ ഇത് കളിച്ച് കയറ്റി ഏതുവരെ പോകുന്ന ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ രണ്ടുപേരും പ്രൊഫഷണൽ നാടാൻ കളിച്ച എന്റെ ഏകാംഗ നാടകത്തിനെ തോപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നില്ലയോ? കുടുംബ പിടിക്കൽ എനിക്ക് നാളെ കല്യാണത്തിന് പോകാനുള്ളതാണ്. കല്യാണത്തിന് ഞാൻ വിടാം സാറേ, ക്ഷമിക്കണം. വീട്ടിൽ 5-6 വയറ് കഴിയാൻ വേണ്ടി ചെയ്ത പരിപാടിയാ അത്. നിന്റെ വീട്ടിൽ വയറ് മാത്രമേ ഉള്ളൂ? അതല്ല സാറേ, ഭയങ്കര പട്ടിണിയാന്ന്. എന്നടുത്ത് തല വെക്കണം. പട്ടിണിയോ? കാലെടുത്ത് തല വെക്കണം. മാറ്റിച്ചില്ല. എന്താ തെറ്റി വന്നാലും എല്ലാ തല വെച്ച് കെട്ടി തരും പണ്ട് തൊട്ടേ. എന്തോ എടാ, എന്റെ ചൊറിച്ചിൽ മാറാനുള്ള മരുന്ന് പറഞ്ഞു എന്നിട്ട് പോടാ. ഞാൻ ഇറങ്ങുമ്പോ ഇയാടെ ചൊറിച്ചിട്ട് ഞാൻ മാറ്റി തരുന്നുണ്ട്. നടക്കാൻ നല്ല സ്കിറ്റായിരുന്നു. ഒരു നല്ല കൈഡി പ്രചോദേട്ടാ. അജേഷേ, മനോജ്, ശ്രീജു അടിപൊളിയാണ്, ഗംഭീര സ്കിറ്റാണ്. കാരണം ഇതിനകത്ത് തുടക്കം തൊട്ട് മനോജും അജേഷും എന്നുള്ള കോമ്പിനേഷൻ സീനെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കൗണ്ടർ പോലും വേസ്റ്റ് ആകാതെ നിങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു സ്കിറ്റിൻ്റെ വിജയം എന്ന് പറഞ്ഞത്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫൈനൽ ഉണ്ടായിരിക്കും കേട്ടോ.
ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. ഷാജി ചേട്ടാ. അജുഷേ, മനോജ്, ശ്രീജു, ഉഗ്ര സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. കാര്യം ആദ്യം മുതൽ ഈ പറഞ്ഞ ഒരു ഫ്രഷ് പ്ലോട്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ ഈ ചാരായം വാറ്റുന്ന പരിപാടിയും കാര്യങ്ങളും, അവിടേക്ക് പോലീസ് വരുന്നു, എക്സൈസ് വരുന്നു, അവരെ പിടിക്കുന്നു, തമാശയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഈ മാഷ് ഇങ്ങോട്ട് വന്നപ്പം മുതൽ വേറെ ഒരു ലീഗായി പരിപാടി. പിന്നെ നല്ല നല്ല തമാശകൾ, നിങ്ങൾ തമ്മിലുള്ള ആ കോമ്പിനേഷൻ അത് ഉഗ്രനായിരുന്നു. അജേഷും മനോജും കൂടെ പൊളിച്ചു. നല്ല പൊട്ടിച്ചിരികൾ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീരമായിരുന്നു കേട്ടോ. ഈ സ്കിറ്റിൻ്റെ ഒരു 90% 2 പേരിൽ നിന്ന് കളിച്ച് കയറ്റുക എന്ന് പറയുന്നത് വലിയ ഭാരിച്ച ജോലി തന്നെ. പിന്നെ ഉള്ള 10% വന്നയാളും വൃത്തിയായിട്ട് ചെയ്തു. അങ്ങനെ ടോട്ടലിൽ 100% ഗംഭീരമായൊരു സ്കിറ്റായിരുന്നു. നല്ല സബ്ജക്റ്റ്. അപ്പോൾ എല്ലാം കൊണ്ട് മനോഹരമായൊരു സ്കിറ്റായിരുന്നു. അടിപൊളി. ചേട്ടാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ്, 2 കുട്ടികളുണ്ട്. വൈഫിന്റെ പേര് അനഘ എന്നാണ്. മോൻ 4.5 വയസ്സ്, ധ്യാൻ കേസ് എന്നാണ് പേര്. ധ്യാൻ കേസ്. അടിപൊളി അടിപൊളി. മോൾക്കിപ്പോ 6 മാസം ആയതേ ഉള്ളൂ. ഓക്കെ, എന്താ പേരിട്ടിരിക്കുന്നത്? ഞാൻ പത്തനംതിട്ട റാന്നിയാണ് വീട്. ഇപ്പൊ കോന്നി താമസിക്കുന്നു. ശ്രീജുവിന്റെ അറിഞ്ഞില്ല. അമ്മ, അച്ഛൻ, വൈഫ്. വൈഫ് ആർട്ടിസ്റ്റ് ആണ്. വൈഫും സീരിയലും സിനിമയൊക്കെ ആയിട്ടും. ഓക്കെ ഓക്കെ. എന്താ വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് അനുലക്ഷ്മി. അനുലക്ഷ്മി. ഓക്കെ ഓക്കെ. അച്ഛൻ്റെ അമ്മയുടെ പേര് എങ്ങനെയാണ്? എന്റെ പേര് വിജയമോഹനൻ, അമ്മയുടെ പേര് അംബിക. ഓക്കെ ഓക്കെ. എവിടെയാണ് ശ്രീജു? ഞാൻ തിരുവനന്തപുരം നെടുമങ്ങാട്. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയണം നമ്മുടെ കേട്ടോ. സന്തോഷം. ഓക്കെ, അപ്പൊ മാർക്കിലേക്ക് പോവാം. പ്രചോദേട്ടാ, ഞാനൊരു 13 മാർക്ക്. 13,000 രൂപ. ഓക്കെ. നസീർക്ക? ഞാനും 13 തന്നെ. അപ്പൊ ടോട്ടൽ 26 മാർക്ക് എന്ന് പറഞ്ഞാൽ 26,000 രൂപ ടോട്ടൽ എമൗണ്ട്. ഷാജി ചേട്ടാ, ട്രാൻസ്ഫർ ചെയ്തോ? അപ്പൊ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം. എന്നാ പിടിച്ചോ. 60,000 രൂപ. ഇത് അടിപൊളി. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായിട്ട് വരിക. ഓക്കെ, താങ്ക് യു. ശരി മാഷേ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത ടീം, അടുത്ത സ്കിറ്റ്. ലെറ്റ്സ് വെൽക്കം ബിജു ചേട്ടൻ, സുധീഷ് ആൻഡ് സുമി. കലോത്സവങ്ങളുടെ ഭാഗമായി ഉടൻ തന്നെ വേദി 1-ൽ നാടോടി നൃത്ത മത്സരം ആരംഭിക്കുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 303. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ. കാവേരിപ്പുഴയിൽ അരിയിട്ടി തോണിയിൽ കരിവല വീശാൻ പോയോനേ മലയരയാ, കരിവല വീശാൻ പോയോനേ മലയരയാ. മലകയറിയല്ല, കുന്നുകയറി അങ്ങ് പോവാ. കുന്നുകയറി ഇങ്ങോട്ട് തിരിച്ചു വന്ന് പോയക്കരുത്. ചുമ്മാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് കുറെ പിള്ളേര്, വേറുള്ള പിള്ളേര് കപ്പ് പഠിച്ചോണ്ട് ഇങ്ങനെ വായും പടന്ന് നോക്കിയിരിക്കാം. കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ച സ്റ്റെപ്പാ മറന്ന് അവിടെ നിൽക്കുന്നത്. ഇടയ്ക്ക് കണ്ണെങ്കിലും ഒന്ന് വെട്ടിക്ക്, അല്ലെങ്കിൽ പ്രതിമയാന്ന് പറഞ്ഞ ആൾക്കാരെടുത്ത് മാറ്റും. ഈ മൈക്ക് സെറ്റ് എല്ലാം വെച്ചിട്ട് ഇതിന്റെ ആളിത് എങ്ങോട്ട് പോയി? ഹായ് മൈക്ക്. സൗണ്ട് കൊണ്ട് അല്ല, ഞാനാണ് ഈ സ്കൂൾ കലോത്സവത്തിന് ചുക്കാൻ പഠിക്കുന്നത്. 10 പേർ അറിയുന്നത് തെറ്റൊന്നും ഇല്ലല്ലോ. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ സ്കൂൾ കലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സ്വന്തം ഹൃദയകുമാരി ടീച്ചർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ ഓരോ ഇവിടുത്തെ SP ആണല്ലേ? SP അങ്ങ് പോലീസ് സ്റ്റേഷനിലല്ലേ? അതല്ല, ഇവിടുത്തെ SP. മനസ്സിലായില്ല? സ്വയം പുകഴ്ത്തൽക്കാരി. കളിയാക്കല്ലേ, കൂടുതൽ അങ്ങ് കളിയാക്കല്ലേ. എന്റെ കെയർ ഓഫിലാണ് സാർ ഇവിടെ ജഡ്ജ്മെന്റിന് വന്നേന്നുള്ള ബോധം വേണം. അതിനിപ്പോ ഞാൻ കറക്റ്റ് സമയത്തിന് എന്താ വന്നല്ല? കറക്റ്റ് സമയത്തിന് വന്ന് എപ്പോഴാ അവിടെ തുടങ്ങിയാ? പിന്നില്ലേ? അപ്പൊ ഇന്നലത്തെ പോലെ ഞാൻ ഇന്നും ക്യൂ നിൽക്കേണ്ടി വരുമല്ലോ. ക്യൂ എന്തുവാ? ഭക്ഷണം കൊടുക്കുന്നിടത്ത്. എന്റെ ദൈവം, ഇതുപോലെ തിന്നാക്കതേ സാറേ. അവിടെ പോയി നിന്നിട്ട് ക്യൂവിൽ ഒന്ന് പിടിച്ച് തള്ളല്ലേ. സാറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ട് അവിടെ കൂപ്പൺ കൊടുക്കുന്നുണ്ട്, അവിടുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഇന്നലെ എന്താ വേദി നമ്പർ 2 നടന്ന മത്സരത്തിന് ഒന്ന് മാർക്കിടാഞ്ഞത്? ആര് മാർക്കിടും? കർട്ടനം കൊണ്ട് പൊങ്ങി കുറച്ച് കുട്ടികൾ കുറെ വേഷം കിട്ടി ഇങ്ങനെ വന്ന് നിന്നിട്ടേ കല്ല് കണക്കൊരൊറ്റ നിപ്പ്. എന്റെ പട്ടി മാർക്കിടും. അയ്യോ, അതിന്റെ പേരാണ് ടാബ്ലോ. അതിനല്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയൊരു ഐറ്റത്തിന്റെ പേരും കൂടെ പഠിച്ച് ടാബ്ലോ. പുതിയൊരു ഐറ്റം പഠിപ്പിച്ചതിന് താങ്ക് യു എന്ന് പറഞ്ഞപ്പോ കാല് സ്ലിപ്പായി പോയി. അപ്പൊ വേദി നമ്പർ 2 കാണാം. ആയിക്കോട്ടെ. ദൈവമേ, ഒന്നും വരുത്തല്ലേ. തോണ്ട കണ്ടോ, വേദി നമ്പർ 2 പറഞ്ഞിട്ടപ്പോ ഐസ്ക്രീം വണ്ടിക്കാരുടെ പുറകെ കടന്ന് ഓടുന്നു. ഇങ്ങനെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യും എന്റെ ദൈവമേ. വേദി 6-ൽ ഉടനെ തന്നെ സംഘഗാന മത്സരം ആരംഭിക്കുന്നതാണ്. ചെസ് നമ്പർ 108.
ഇളകിയാടുന്ന ഹരിത മേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. അല്ല ഈ പാട്ട് കള. താൻ ഇത് എവിടായിരുന്നു? ഞാൻ മൈക്ക് മറന്നുപോയി. അയ്യോ മൈക്ക് മരുന്നിന് പോയി സ്കൂൾ കോമ്പൗണ്ടിൽ മൈക്ക് മരുന്ന്. അയ്യോ അങ്ങനെ കിടന്ന് അലക്കല്ലേ. 6 ബിയിൽ എന്റെ മൈക്ക് മറന്നുപോയി. ഞാൻ അത് എടുക്കാൻ വേണ്ടി പോയി. താൻ എന്തിനാ ഇവിടുന്ന് അങ്ങോട്ട് പോയത്? ഇല്ലെങ്കിൽ മൈക്ക് നടന്ന് ഇങ്ങോട്ട് വരൂലല്ലോ. തന്റെ കൂടെ വേറെ ആളില്ലായിരുന്നോ ഞാൻ ചോദിച്ചത്? ആളില്ലാത്തോണ്ടല്ലേ ഞാൻ പോയത്. ഓ തർക്കുത്തര കോമഡി. ഇതുമായിട്ട് 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കാം. എങ്ങനെ എങ്ങനെ അതെ നിന്റെ മനോജ് കൃഷ്ണൻ എന്റെ ഹിർക്കു. അതെ നിന്റെ സ്വന്തം ഹൃദയവുമാരി. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ. ഉച്ചയ്ക്കു നീ കറണ്ട് അടിച്ച്. ഇത് എന്റെ സിസ്റ്റമാണ്. എവിടെ തൊട്ടാലും കറണ്ട് അടിക്കൂ. നീ എന്തടി ഇവിടെ? ഈ സിമിന്റ് തറയല്ലോ. എന്തുവാ നീ എന്തടി ഇവിടെ എന്ന് പറഞ്ഞു? നീ എന്താടി ഇവിടെ എന്ന് ചോദിച്ചതാ. ഞാൻ ഈ സ്കൂളിലെ ഒരു ടീച്ചറാണ്. സ്കൂളിലെ ടീച്ചറാണോ? അതെ. വെരി ഗുഡ്. താങ്ക് യു. അല്ല നീ എന്താ ഇവിടെ? ഞാനാണ് ഇതിന്റെ ആള്. ഒച്ചപ്പാടും ബഹളത്തിന്റെയോ? ഒച്ചപ്പാടും ബഹളമല്ല, സൗണ്ട് സിസ്റ്റം. കണക്കൂട്ടി പറഞ്ഞാണോ? എന്തുവാ അവസാനം ഒരു ശിഷ്ടം. പല കണക്കൂട്ടലും പണ്ട് തെറ്റിയിട്ടുണ്ട്. അതെന്താ മുൾമുനയിൽ വെച്ചൊരു വർത്തമാനം? നിനക്ക് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ എങ്ങനെ മറക്കൂടാ? ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നിനക്കൊരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ട് അത് മാത്രം ഞാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ട്. മുട്ടക്കൊതിച്ചി. എവിടെ പേര് മുട്ടക്കൊതിച്ചിന്നായിരുന്നു. മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയത്. ഞാൻ എവിടെ വാക്കും കേട്ടോണ്ട് കഞ്ഞിപ്പരെ പോയി എന്തോരം മുട്ട മുട്ടിച്ചോണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവള് പറയും മുട്ട ഇന്ന് ഞാൻ ഭയങ്കര ബുദ്ധി വരുമെന്ന്. അവസാന വർഷ പരീക്ഷയ്ക്ക് എനിക്ക് എല്ലാ വിഷയത്തിലും മുട്ട കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഇട്ടേച്ചു പോയി. അതെന്താന്നറിയോ? അപ്പോഴത്തേക്ക് ഞാൻ മുട്ട വെറുത്ത്. അതുകൊണ്ടാ. അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്നല്ലോ കുറച്ച് മുട്ടയായിട്ട്. അന്നേരം നീ വേണ്ടാന്ന് പറഞ്ഞില്ലേടി? അത് കുടുംബമായിട്ട് വ്രതം. അന്ന് എനിക്ക് മനസ്സിലായി മുട്ട ഇതിനകത്ത് ഞാനാണ് ബുദ്ധിയില്ലാത്തവരെന്ന്. ഓ ഇപ്പോഴും ഇതെല്ലാം ഓർത്തു വെച്ചോണ്ട് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. നിന്റെ കല്യാണം വേണ്ടെന്ന് വെച്ചോ? അല്ല കല്യാണം ഓർമ്മ കഴിച്ച്. കുട്ടികൾ ഇല്ലാത്തതിനെ കെട്ടിയത്. അത് മനസ്സിലായി. നിനക്ക് കുഞ്ഞുങ്ങളും എല്ലാം ആയോ? എനിക്കോ? ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹൃദയ എന്റെ മോളാ. എന്റെ പേര് തന്നെ. അപ്പൊ എന്റെ മാക്കൊരു കുഞ്ഞ്. അനു, അഞ്ജു, ആര്യ, ആരതി, രേവതി അങ്ങനെ ഒരു 8 പിള്ളേർ കൂട്ടി പഠിക്കുന്നു. ആ മുട്ട എല്ലാം നീ വിരിപ്പിച്ചെടുത്തല്ലേ? അല്ല നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച എല്ലാ പെൺപിള്ളേരുടെ പേര് നിന്റെ കുഞ്ഞിനുണ്ടല്ലോ. അല്ല ആദ്യം മുട്ടയായിട്ട് വന്നപ്പോ നിന്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യണ്ടല്ലോ എന്ന് വെച്ച് പല പിള്ളേർക്ക് ഞാൻ കൊടുത്തു. അത്രേ ഉള്ളൂ. ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ ഇപ്പാണ്ട് പ്രസവിച്ച് നടക്കുക. എന്റെ ദൈവമേ, ഇന്ന് ഞാൻ ഗണപതിക്ക് 4 തേങ്ങ അടിക്കും. എന്തിന്? അല്ല ഇത്രയും അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. പക്ഷെ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാത്തതിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല പിന്നെ വേറൊരു കാര്യം മാറാന്നാ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നയാ. എന്താ? ഭർത്താവ് പാവാടാ. ഭർത്താവ് പാവാടയോ? ഭർത്താവ് ഒരു പാവാടാ. ഒരു കിളി. ഏത് ബസ്സിലെ? ഒരു കിളി പോലൊരു പയ്യനെ ദൈവം എനിക്ക് കണ്ടെത്തി തന്നത്. കൊച്ചുങ്ങൾ ആയിട്ടില്ല. അപ്പൊ പേര് മാത്രമേ ഉള്ളൂ. കിളി കൂടുകൂട്ട അറിഞ്ഞൂടാ. എന്താ? അല്ല ഈ കിളി എന്നൊക്കെ പറയുമ്പോ കുയിലായിരിക്കും അല്ലേ? അതെ അതുപോലൊരു കിളി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ടീച്ചറേ ഇന്നൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം. എടാ സൗണ്ട് സിസ്റ്റം വർക്ക് അറിഞ്ഞുടങ്ങി പൂട്ടി കെട്ടി വീട്ടിൽ പോയിരടേ. ടീച്ചറെ ഈ മൈമലെ പിള്ളേരൊക്കെ വന്ന് എന്തിന് എന്നെ ചീത്ത? സാറിന് ഞാനിവിടെ മാർക്കിടാൻ കൊണ്ടുവന്നാ മത്സരിക്കാൻ കൊണ്ടുവന്നു. പിന്നെ എന്തിനാ നീ മൈമിന്റെ ഫിഗർ ഇട്ടോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്? മൈമിൽ പങ്കെടുക്കാനൊന്നും വന്നതല്ല ടീച്ചറെ. വേദി മാറി മാർക്കിട്ടപ്പോഴേ ഒരുത്തൻ ടെസ്റ്ററിന് എറിഞ്ഞു തള്ളി. ഓ നമ്മളെ 7ാം നമ്പർ വേദിയിൽ നാടകമല്ലേ നടക്കണത്. അവിടെ പൊതുവെ മൈക്ക് ഓഫ് ആയിരുന്നല്ല. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് മൈക്ക് ഓഫ് ആയപ്പോ ഞാൻ വിചാരിച്ചേ മൈം ഷോ ആണ് നടക്കണേന്ന്. ഞാൻ മൈം ഷോയ്ക്ക് മാർക്കിട്ടാൻ കൊടുത്ത് ഒരുത്തമ്മ ഇങ്ങനെ പിടിച്ചിട്ടൊരു ചോദ്യം. മൈമും നാടകവും കണ്ടാ തിരിച്ചറിഞ്ഞൂടാ പുല്ലേ. നീ ചിരിക്കരുത്. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണം. ഞാൻ എന്ത് ചെയ്ത്? ടീച്ചറെ ഇവന്റെ സൗണ്ട് കൊള്ളൂല. ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് എന്റെ സൗണ്ട് കൊള്ളൂലെന്ന്. കേട്ടോ? കൊള്ളൂല. ആദി ജീവൻ കൊണ്ട് വേഗം வாழ்ந்து വന്നതോ. ഹായ് എങ്ങനെയുണ്ട് എന്റെ സൗണ്ട്?
ഇവ പാടി ഇല്ലാതാക്കാനല്ല പറഞ്ഞത്. നിന്റെ സൗണ്ട് കൊള്ളൂല ടീച്ചർ, ഇവന്റെ സൗണ്ട് മാറ്റി. കൂടുതൽ കളിയാക്കല്. ഇതെന്റെ അരിയാ. ഇത്രയും വലിയ അരിയാ? അതല്ല, ഇതെന്റെ അന്നമാണെന്ന്. ഇടാ അതല്ലടാ, അത് ജോലി അറിയാന്നുള്ളവർക്ക്. ടീച്ചറെ ഇവനെ പറഞ്ഞു വിട്, ഇവൻ ആംപ്ലിഫയർ ഇല്ല ടീച്ചറെ. ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ് എനിക്ക് ആംബിയർ ഇല്ലെന്നല്ല, നേരത്തെ ആംബിയർ ഇല്ലെന്ന് പറഞ്ഞു. പൊന്നനിയാ, ആംബിയർ ഇല്ലെന്നല്ല പറഞ്ഞത്, ഇവിടെ ആംപ്ലിഫയർ ഇല്ലെന്നാണ് പറഞ്ഞത്. അണ്ട് ഇത് വെച്ച് ഒറ്റ അടിച്ച പട്ടോന്ന് സൗണ്ട് കേൾക്കും. എങ്ങനെ? തലയിൽ ഒരു അടിച്ച പട്ടോന്ന് സൗണ്ട് കേൾക്കുന്നു. അടിയടാ, അങ്ങനെയെങ്കിലും നിന്റെ മൈക്കിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കട്ടെ. ഇൻസൾട്ട് ചെയ്യുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു. സാറാ വേദിയിൽ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കാം. ആ വേദിയില്ല, എന്നെ കൊലയ്ക്ക് കൊടുക്കാനാ? എന്റെ പൊന്നി ടീച്ചറെ, ശരീരോപദ്രവം ഇല്ലാത്ത ഏതെങ്കിലും ഒരു വേദി ഉണ്ടെങ്കിൽ പറഞ്ഞ ഞാൻ അവിടെ ചെന്ന്. വേദി 8 പോക്കോ, അവിടെ ദഫ്മുട്ടുണ്ട്. എന്റെ 2 കാലിന്റെ മുട്ട് നമ്മെ തല്ലി ഓടിക്കാൻ. അങ്ങനെയാണ് ഈ കോൽത്തള്ളിയുടെ വേദിയിലോട്ട് പോക്കോ. ആണ്ടടാ, ആയുധമുള്ള ടീമിന്റെ ഇടയിലോട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ശരീരോപദ്രവം ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പറ, ഞാൻ അവിടെ. ഉണ്ട്. വേദി 10 മിമിക്രി നടക്കുന്നുണ്ട്. അതാകുമ്പോ 2-3 ട്രെയിൻ പോകുന്നതും ഭൂമിയുടെ ഉൽപ്പത്തിയും പ്രവാദം പൊട്ടി വരുന്നതും കുയിലും കിളിയും കരയുന്ന സൗണ്ട് മാത്രം കാണത്തുള്ളൂ. ഇതുണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. ഈ മിമിക്രി മത്സരം എത്ര മണിക്ക് തീരും? 12 മണിയാകുമ്പോ തീരും. 12:05 കഴിയുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ടൊന്ന് വരണേ. എന്തേ? വിത്ത് ആംബുലൻസ്. നിന്റെ സൗണ്ട് സിസ്റ്റം ഞാൻ പച്ചക്കൂടെ ഇട്ട് കത്തിക്കൂടാ. ഒന്നും വരുത്തല്ലേ സാറേ. ടീച്ചറെ, എന്ത് പുള്ളി സൗണ്ടിനെ പറഞ്ഞിട്ട്? അത് അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മൈക്ക് കൊള്ളത്തിലിടാ. ഈ മൈക്ക് കണ്ടോ? ഇതിന് വയറില്ല. അതെടുക്കാൻ പോണോ? നീ എങ്ങനെയാണ് ഈ ടീച്ചർ ആയത്? ഇത് കോൾലെസ് മൈക്ക്, ഇതിന് വയറില്ല. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇപ്പൊ ഹലോ ഹലോ എന്ന് പറയാൻ ഭയങ്കര എക്കോ അടിക്കും. ഹൃദയ ഹൃദയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്കോ അടിക്കും. എന്നൊന്ന് ഓണാക്കി തടാ, എന്റെ പേര് 2-3 പേര് കേക്കട്ടെ. എന്നാ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെയാണോ? അയ്യോ, വയലിൽ വിടും, അച്ഛൻ വരാൻ സമയമായി. ഇതെങ്ങനെ ഇതിന്റെ എനിക്കറിഞ്ഞോ, ഞാൻ ഇടയ്ക്കൊക്കെ അടിച്ചു പണിയുമായിരുന്നു. അങ്ങനെ ആയതാന്ന് തോന്നുന്നു. ചുമ്മാതല്ല, എന്തായാലും റേഡിയോ കേട്ടത് കൊണ്ടാവാം പഴമയിലെ ഒരു ഇത്തിനോട്ടം തോന്നുന്നു. ടീച്ചറേ, വരുന്നുണ്ട്. ടീച്ചറല്ലേ പറഞ്ഞത് അവിടെ മിമിക്രി മത്സരം? അതെല്ലാം പോട്ട്, കലോത്സവം ചുരുക്കിയും കെട്ടിയല്ലേ ഇത്. 16ഉം 17ഉം തീയതികളിൽ ആഘോഷ രാവ്. എന്റെ മുണ്ടെന്തിയേ സാറേ, മുണ്ടെന്തിയേ? വലിച്ചു പറിച്ചോണ്ട് ഓടി. എന്താ പറ്റി? ടീച്ചറല്ലേ പറഞ്ഞത് മിമിക്രി മത്സരത്തിന് ചെന്ന് ഇരുന്നു കൂട്, ഒരു കുഴപ്പമില്ല, സൈലന്റ് ആണെന്ന്. അങ്ങനെയാണല്ലോ സാധാരണ. മത്സരം തുടങ്ങിയേ ഒരുത്ത ആദ്യം വന്ന് ഗുഹയ്ക്കകത്തൂടെ ട്രെയിൻ പോണ ഒരു സൗണ്ട് ഉണ്ടാക്കി. രണ്ടാമത് വേറൊരുത്തം വന്ന് പാലത്തിന്റെ മണ്ടേ കൂടെ ട്രെയിൻ പോണ ഒരു സൗണ്ട് ഉണ്ടാക്കി. മൂന്നാമത് ഒരുത്തം വന്ന് 2 ട്രെയിനുകളും ഒന്നിച്ചു പോകുമ്പോ ഉള്ള ശബ്ദം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് താച്ചിന് കൂവി തള്ളി ഇറങ്ങി. ഇയാൾ ഉത്സവപ്പറമ്പിൽ പരിപാടി കാണാൻ പോയല്ല, ബോറടിക്കുമ്പോ കൂവായി. മാർക്കിടാമെന്ന് ജഡ്ജല്ലേ സാറേ, എന്നിട്ട് എന്താ ഉണ്ടായി? പിന്നെ എന്താ ഉണ്ടായെന്നാ, ഒരുത്ത മൈക്ക് വെച്ച ഒരൊറ്റ അടി എന്റെ ചെവിയില്, പിന്നെ കൂവലോട് കൂവലായിരുന്നു. ഇതിന് അഹങ്കാരം ഉള്ള എല്ലാം മേടിച്ചിട്ട് പിന്നെ നിന്ന് കൂവിയെന്ന്. അല്ല, ഞാനല്ല കൂവിയത്, അവന്റെ ഒറ്റ അടിക്ക് എന്റെ ചെവി കൂവി. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? നാണം കെട്ട് അവിടെ നിൽക്കാതെ ഇറങ്ങി ഓടിക്കൂടായിരുന്നോ? ആരവിടെ നിന്ന്? നമുക്ക് നമ്മളെ ഉയരല്ലേ വലുത്. എന്നെ കിട്ടിയ പച്ചയ്ക്ക് കത്തിച്ചു കളയുന്നവര് പറഞ്ഞു. ഞാൻ അവിടുന്ന് മതിലിയാടി നേരെ ജംഗ്ഷനിലെത്തി കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മളെ ഏരിയ അല്ല. ആ ഈ ഓഡിയന്റെ ആഘാതത്തിലെ ഒരു കമ്പല് പിടിച്ച് നിന്ന് ഇങ്ങനെ കിലോ വിറച്ചോണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴും കുറെ പാർട്ടിക്കാർ വന്ന് താലേ വാരി തറയിലടിച്ച് ചന്ന പിന്നെ അടിച്ചു കളഞ്ഞു. അതെന്തിന്? ഞങ്ങളെ കൊടിമരം പിഴ നിനക്ക് ആരടാ കൊട്ടേഷൻ? ടീച്ചറെ, ഈ കലോത്സവം എത്ര ദിവസം കൂടെ കാണും? നോക്കട്ടെ, നോക്ക്. മറന്നും പോയി. 16ഉം 17ഉം നാളെയും കൂടി ഉള്ളു, സമാധാനപ്പെടും. ഈ ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞിട്ടേ ഈ കലോത്സവം പെട്ടെന്ന് മാറ്റി വെക്കാൻ വല്ല വഴിയുണ്ടോ? എനിക്കിങ്ങനെ ഓടിയുള്ള അടിയുള്ള വയ്യ എനിക്ക്. ഫോൺ അടിക്കുന്നു, ബെല്ലടിക്കുന്നു സാറിന്റെ ഫോൺ. എന്റെ ഫോൺ ബെല്ല് മിമിക്രി മത്സരം നടന്നില്ലേ, അപ്പോഴൊരു ചവിട്ടി പൊട്ടിച്ചു. ടീച്ചറിന്റെ അടിക്കുന്നു. അല്ല, എന്റെ സൈലന്റാ. പിന്നെ എവിടെന്നാ കേൾക്കുന്നത്? ഹലോ, എടാ നീ എവിടെ ഇരിക്കണ്? ഞാനിവിടെ സ്കൂളില്. ഇവിടെ സ്കൂളിൽ നിൽക്കാതെ കല്യാണ വീട്ടിലോട്ട് വാ, അവിടെ ഒരു 5-6 ട്യൂബ് കെട്ടാവുണ്ട്, പെട്ടെന്ന് വാ. വെക്ക്. എന്താ ഇതിങ്ങനെ? എനിക്കറിഞ്ഞൂടാ, കുറച്ച് മുമ്പ് വയലും വീടും ഇപ്പൊ ഫോൺ വന്നു തുടങ്ങി. മിസൈൽ വരുന്നതിന് മുന്നേ മാറ്റി വയ്ക്കാം. ഞാനേ ഒരു വർക്ക് കൊണ്ടൊന്ന് പോണം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? അതായത് എന്റെ മോള് ഹൃദയല്ലേ, അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കണം. ഇപ്പൊ അതെങ്ങനെ? കഴിവുള്ളവർക്ക് വേണ്ടായി നമ്മൾ മാർക്ക് കൊടുക്കാൻ. മോശമല്ലേ അതൊക്കെ? ഒരു 10-20,000 രൂപ തരാം. എന്താ മോശം? നീ എന്റെ കൂട്ടുകാരനല്ലേ, സമാധാനപ്പെടുക. അങ്ങനെ പൈസ കൊടുത്താന്ന് സമയത്ത് തോന്നില്ല, പറഞ്ഞോക്കാം.
സാറ് അല്ല 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 പറയട്ടെ ദേ മാക്രി എന്റെ കൂട്ടുകാരനാ. മാക്രിയും കുരങ്ങനും പഴുതാരയൊക്കെ ഉള്ള ടീച്ചർമാരെ അല്ല ഞാൻ അവനെ അങ്ങനെയാ വിളിക്കുന്നത്, മാക്രീന്ന്. എവിടെ? മനോജ് കൃഷ്ണൻ. മാക്രിയാണ് നിനക്ക് പറ്റിയത്. അപ്പൊ അവന്റെ മോളും ഭരതനാട്യ മത്സരത്തിൽ കേറുമ്പം സാർ ഒരു ഫസ്റ്റ് എ ഗ്രേഡ് കൊടുക്കണേ. 5000 രൂപ വരും. കൂടിപ്പോയോ? 2000 രൂപ സാറിന്, 3000 രൂപ എനിക്ക്. 2000 ഫിക്സ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറ, പെട്ടെന്ന് പറ. ഫസ്റ്റ് എ ഗ്രേഡ് കൊടുത്തേക്കണമെന്ന്. എന്റെ മോളെ ചെസ് നമ്പർ എത്ര? 108. ഏത് ഐറ്റം എന്ന് പറഞ്ഞത്? ഭരതനാട്യം. പെട്ടെന്ന് തന്നെ ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ചോ കേട്ടോ. ഭരതനാട്യത്തിന് ഫസ്റ്റ് പ്രൈസ് എ ഗ്രേഡ് നിന്റെ മോക്ക്. അഭിനന്ദനങ്ങൾ. താഴെ അടിയിൽ എന്റെ പേരും കൂടെ. ഇങ്ങനെ ഒരു പണക്കൊതി. എന്തായാലും നന്ദിയുണ്ട് കേട്ടോ എന്റെ മോൾക്ക്. ഞാൻ വെച്ച പഴയ വൈരാഗ്യം അങ്ങനെ വേണ്ടല്ലോ. മാക്രിയുടെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കാലി പിടിക്കട്ടെ. വളരെ ഹൃദയകുമാരി ടീച്ചറേ, എടാ മാക്രി, എടാ ജീവൻ വേണമല്ലോ. കുടുക്കൊക്കെ എടുത്തോണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണം. ഞാൻ ഇവന്റെ കൊച്ചിന് ഫസ്റ്റ് പ്രൈസ് ഇട്ടേ, എന്നിട്ട് മാർക്കറ്റ് ഞാൻ അനൗൺസ് ചെയ്ത്. അപ്പൊ ഒരുത്തമ്മ ഇങ്ങനെ പിടിച്ചിട്ടേ പൈസ വാങ്ങിച്ചിട്ട് നീ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുമല്ലോടാ തെണ്ടിന്ന് ചോദിച്ചോണ്ട് എന്നെ കുനിച്ചേർത്ത് പിടിച്ച് വരട്ടിയപ്പോ പറഞ്ഞല്ലേ. ആര് പിടിച്ച് ആര് വരട്ടി? ഇത് ഓണായിരുന്നല്ലേ? ഓണമല്ല, ക്രിസ്മസ്. അതല്ല, ഈ മൈക്ക് ഓണായിരുന്നല്ലേ? ഇതോണൊന്നുമല്ലല്ലോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ പൈസയുടെ കേസൊക്കെ ഡീൽ ചെയ്തില്ലേ, അത് ഈ മൈക്ക് വഴി കംപ്ലീറ്റ് ആൾക്കാരും അറിഞ്ഞു. അയ്യോ, എന്റെ മൈക്ക് താണ്ട് ഓഫ് ആയാലും കേൾക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചുമ്മാ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് അറിഞ്ഞുകൂടാത്ത എന്നെ പോലുള്ളവർ ഇങ്ങനെയുള്ള പണിക്ക് ഇറങ്ങി പുറപ്പെടല്ലേ. അർഹതപ്പെട്ടവന് അതിൻ്റെതായ അംഗീകാരം കിട്ടണത് തന്നെ വേണം. ഇല്ലെങ്കിൽ മാക്കൻ ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരും കേട്ടാ. മുട്ട കൊതിച്ച് ഓണായിരുന്നല്ലോ. പാതി ജീവൻ കൊണ്ട് വേഗം வாழ்ந்து വന്നതോ. ഹായ്, അവൻ്റെ ഒരു കള്ളത്തൊണ്ട. താങ്ക് യു വെരി മച്ച്. കലോത്സവം നല്ല വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു. നല്ല കൈയടി. ഉഗ്ര സ്കിറ്റാണ്, അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സറ്റയറായിട്ട് നടക്കുന്ന ഒരു കലോത്സവ വേദിയെക്കുറിച്ച് നിങ്ങളത് ഇവിടെ കൊണ്ട് എത്തിച്ച് 3 പേരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അപ്പം നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷൻ ആദ്യമാണ്. ഉഗ്രം കോമ്പിനേഷൻ ആയിട്ട് ഇത് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുക. അടിപൊളി, വേറെ ലെവലാണ്. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, ഉഗ്രൻ സ്കിറ്റായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. നമുക്ക് എന്താണ് ഒരു നൊസ്റ്റു ഫീലൊക്കെ അടിച്ചു. നമ്മുടെ കോളേജ് സ്കൂൾ കാലഘട്ടത്തിലോട്ടൊക്കെ ഒന്ന് പോയി. പിന്നെ നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. ക്ലൈമാക്സ് വരെ ത്രൂ ഔട്ട് നിന്ന് സുമി ചെയ്തു എന്നുള്ളതാണ്. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു സുമി. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ സുധീഷ് അതിന് തൊട്ടുപുറകെ കയറി വന്ന് സുധീഷെ മോനെ കാലക്ക് നീ. അതുപോലെ തന്നെയാണ് ബിജു ഇത്രയും ദിവസങ്ങളായി, ഇത്രയും നാളുകളായിട്ട് ഇവിടെ ചെയ്ത സ്കിറ്റുകളിൽ ബിജുവിൻ്റെതായിട്ടുള്ളൊരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇത് ഇനിയും ഇതേപോലെ ഗംഭീര സ്കിറ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്ന കാര്യം നിങ്ങളെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സുമി, വീട്ടിൽ ആരൊക്കെയാണ്? സുമി ഒന്ന് പറയുമോ വീട്ടിലെ കാര്യങ്ങളൊക്കെ? ആരൊക്കെയാണ് വീട്ടില്? ഹസ്ബൻഡ്, മക്കള്. ഹസ്ബൻഡിന്റെ പേരെന്താണ്? അജിത്ത്. എന്താ ചെയ്യുന്നത്? സ്പ്രേ പെയിന്റിംഗ് ആണല്ലേ. മക്കള് എന്താണ് പേര്? മക്കള് ആദി ദേവൻ മൂത്തവൻ, ഇളയാള് അനിയൻ അർജുൻ ദേവ്. അനിയൻ കുഞ്ഞെന്ന് വീട്ടിൽ വിളിക്കും. ഓക്കെ. ഏതൊക്കെ ക്ലാസ്സിലാണ് പിള്ളേർ പഠിക്കുന്നത്? ഇളയവൻ അംഗനവാടി പഠിക്കുന്നത്, മൂത്തവൻ UKG. പിന്നെ 2 അമ്മമാരും ഉണ്ട്. 2 അമ്മയും എന്റെ അമ്മയും അമ്മച്ചിയും. ഓക്കെ. അപ്പൊ വീട്ടിൽ തന്നെയാണ്. അമ്മമാരോടും അജിത്തിനോടും പിള്ളേരോടും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും അന്വേഷണം പറയണം കേട്ടോ. സുധീഷിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? വൈഫും മോനും. വൈഫിന്റെ ഒരു അനുകൃഷ്ണ എന്നാണ്. അനുകൃഷ്ണ. മോനുണ്ട് 2.5 വയസ്സ്, ഉജ്ജയ്. ബിജുവിന്റെ ഫാമിലിയെ പറ്റി ഒന്ന് പറയുമോ? വൈഫ് ഒരു മോള്. വൈഫിന്റെ പേര് ആൻസി. മോളുടെ പേര് അനാമിക. ഡിഗ്രിക്ക് പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ. എവിടെയാണ്? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് ഇനിയും വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സ്കിറ്റിൽ നല്ല ടൈമിംഗ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ 2 പേരും സുമിയും സുധീഷും കൂടെ വേറൊരു ടൈപ്പിലുള്ള കളിയാണ്. പക്ഷേ ആദ്യം എടുത്തു നടക്കുന്ന ഒരാളാണ് ഈ ജഡ്ജായിട്ട് വന്നിരിക്കുന്ന ആളും. പുള്ളി പോകുന്നിടത്ത് അടികൊള്ളുന്നു, തിരിച്ചു വരുന്നു, അടുത്ത വേദിയിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പം അത് 3 റേഞ്ചിൽ നിന്നുള്ള കളിയായിരുന്നു. അതിൽ ബിജു വന്നതാണ് ഭയങ്കര രസമായിട്ട് ഈ സാധനത്തിനെ ഇടയ്ക്ക് പൊക്കി വിടുന്നത്. ബിജു വന്ന് കയറുമ്പോഴാണ് 3 പേരെ എടുത്തെടുത്ത് പറയേണ്ട അവരവൻ്റെ ഭാഗങ്ങൾ അവരവർ വൃത്തിയാക്കി ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോൾ കയ്യോടെ കലോത്സവത്തിന്റെ നല്ല രീതിയിൽ അടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാർക്ക് കാശ് കൃത്യമായിട്ട് ഷാജൻ ചേട്ടാ. മുട്ടക്കൊതിച്ചിക്കും എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് ഒരു 15,000 രൂപ. 15,000 രൂപ. അടിപൊളിയാ. ഓക്കെ നസീർക്ക. ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു. 1000 രൂപ കൂടെ കൂടി 16 രൂപ കൊടുക്കും. അപ്പൊ ടോട്ടൽ 31 രൂപ, 31,000 രൂപ മൊത്തം ഗൂഗിൾ പേ. കയ്യിലുള്ളത് മുഴുവൻ നേരെ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 55,000 രൂപ.
അടിപൊളി, അത് കലക്കി. അപ്പൊ ഉഷാറായിട്ട് അടുത്ത ആശം കാണാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായി. ഒരുപാട് ചിരിച്ചു, സന്തോഷിച്ചു, ഹാപ്പിയായി. മരുത് റോഡ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഹരിത കർമ്മസേനയിലെ എല്ലാവർക്കും നമ്മളൊരു നല്ല കൈഡി കൊടുക്കണം. അപ്പോൾ ഈ സപ്പോർട്ടും ഈ കൈഡിയും അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾക്ക് വേണം. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് ഓക്കെ. ഒരുപാട് ചിരിക്കാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.